ഇന്ന് പൂർണ്ണമായിട്ട് കൊടുക്കാൻ പോവും. വികാരിക്കെതിരെ പോലീസ് എഫ്ഐആർ. ഇരിങ്ങാല സ്തോത്രം. ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ. പ്രിയ സഹോദരങ്ങളെ, വീണ്ടും കർത്താവിൻ്റെ തിരുവചനമായി നിങ്ങളുടെ മുന്നിൽ കടന്നു വരുവാൻ ദൈവം സഹായിച്ചതിനായി സ്തോത്രം. ദൈവം എല്ലാവരെയും സ്നേഹിക്കുന്നു. ദൈവം സ്നേഹമാണ്. ദൈവം നല്ലവനാണ്. ദൈവം വിശ്വസ്തനാണ്. ദൈവം പരിശുദ്ധനാണ്. ദൈവം പരമോന്നതനാണ്. ദൈവം എല്ലാവരെയും സ്നേഹിക്കുന്നു. എന്നെയും സ്നേഹിക്കുന്നു, നിങ്ങളെയും സ്നേഹിക്കുന്നു. ആ സ്നേഹവാനായ ദൈവത്തിൻ്റെ തിരുവചനങ്ങൾ ശ്രവിക്കുവാൻ നിങ്ങളെ കാതുകളെ ഓർക്കുക. പ്രിയമുള്ള സഹോദരങ്ങളെ, കർത്താവിൻ്റെ വചനം നമ്മെ നീതിയുടെ പാതയിൽ നടത്തും. കർത്താവിൻ്റെ വചനം നമുക്ക് വെളിച്ചം കാണിക്കും. കർത്താവിൻ്റെ വചനം നമുക്ക് സമാധാനം തരും. കർത്താവിൻ്റെ വചനം നമുക്ക് സന്തോഷം തരും. കർത്താവിൻ്റെ വചനം നമുക്ക് സൗഖ്യം തരും. കർത്താവിൻ്റെ വചനം നമ്മളെ ജീവിപ്പിക്കും. ആ ജീവൻ്റെ വചനം കേൾക്കുവാൻ സൽമനസ്സ് നാം ഓരോരുത്തർക്കും ഉണ്ടാകണം. കർത്താവിൻ്റെ വചനം ആകാശത്തെയും ഭൂമിയെയും ഈ സമുദ്രത്തെയും ഉണ്ടാക്കിയ ആ ദൈവത്തിൻ്റെ സത്യവചനം കേൾക്കുവാൻ തക്കവണ്ണം ഏതൊരു വ്യക്തി തയ്യാറാകുന്നുവോ ആ വ്യക്തി ജീവിതത്തിൽ നേടിയിട്ടുള്ള വലിയ ഭാഗ്യം എന്ന് ഞാൻ പറയും. സ്തോത്രം. ദൈവത്തിൻ്റെ വചനം നമ്മളെ വിടിവിക്കട്ടെ. സ്തോത്രം. ആദ്യം കർത്താവിൻ്റെ ഒരു തിരുവചനം നമുക്ക് വായിക്കാം. വേദപുസ്തകം കയ്യിലുള്ളവരെടുത്ത് വായിക്കുക, ഇല്ല എങ്കിൽ പ്രിയമുള്ളവരെ കേൾക്കുക. മത്തായി സുവിശേഷത്തിൽ 22 അധ്യായത്തിൽ 22 അധ്യായത്തിൽ 36 വാക്യം, 36, 37, 38 നമുക്ക് ഈ വചനത്തെ ഇന്ന് ധ്യാനിച്ച് മുമ്പോട്ട് പോകാം. സ്തോത്രം. ഗുരു, ന്യായപ്രമാണത്തിൽ ഏത് കൽപ്പന വലിയതെന്ന് ചോദിച്ചു. യേശു അവനോട്, നിന്റെ ദൈവമായ കർത്താവിനെ നീ പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ ആത്മാവോടും പൂർണ്ണ മനസ്സോടും സ്നേഹിക്കണം. ഇതാകുന്നു വലിയതും ഒന്നാമത്തതുമായ കൽപ്പന. രണ്ടാമത്തത് അതിനോട് സമം. സ്തോത്രം. ഒരു സെക്കൻഡ് പ്രാർത്ഥിക്കാം. പരിശുദ്ധനായ ദൈവമേ, സ്വർഗ്ഗപിതാവേ, ഈ നല്ല സമയത്തിനായി സ്തോത്രം. കർത്താവിൻ്റെ വചനം ധ്യാനിക്കുവാൻ പോകുന്നു. പരിശുദ്ധ പിതാവേ, ഞങ്ങളോട് സംസാരിക്കണമേ. പരിശുദ്ധാത്മാവിൻ്റെ നിറവിൽ അടിയനെ സംസാരിക്കുവാൻ കൃപ നൽകണമേ. കേൾക്കുന്നവർക്ക് അത് പരിശുദ്ധാത്മാവിൻ്റെ നിറവിൽ ഉൾക്കൊള്ളുവാൻ കൃപ നൽകണമേ. വചനം അവരെ വിടുവിക്കട്ടെ. വചനം അവരെ സൗഖ്യമാക്കട്ടെ. വചനം അവർക്ക് സമാധാനം നൽകട്ടെ. വചനം അവർക്ക് ജീവൻ നൽകട്ടെ. ഈ ഭൂമിയിൽ നടക്കുവാനുള്ള വെളിച്ചം കാണിക്കുവാൻ ഈ വചനം അവർക്ക് പ്രയോജനമുള്ളതായി തീരട്ടെ. പരിശുദ്ധാത്മാവ് തന്നെ അവരോട് സംസാരിക്കണമേ. എല്ലാം അങ്ങയുടെ കരങ്ങളിൽ ഏൽപ്പിക്കുന്നു. സംസാരിക്കുന്ന എന്നെയും കേൾക്കുന്ന എല്ലാ മക്കളെയും സമർപ്പിക്കുന്നു. എല്ലാവരെയും ദൈവം അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. മഹത്വവും മാനവും പുകഴ്ചയും സ്തോത്രവും എല്ലാം അങ്ങേക്കുള്ളതാണ്. യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു. കേൾക്കണമേ എൻ്റെ സ്വർഗ്ഗപിതാവേ. ആമേൻ. സ്തോത്രം. പ്രിയമുള്ള സഹോദരങ്ങളെ, കർത്താവിൻ്റെ വചനങ്ങൾ ധ്യാനിച്ചു കൊണ്ടിരിക്കുകയാണ്. കഴിഞ്ഞ ഭാഗത്തിൽ സ്വർഗത്തിലെ മാലാഖ, അതായത് സ്വർഗത്തിലെ ദൂതന്മാർ, സ്വർഗീയ സൈന്യം ദൂതനോട് ചേർന്ന് ദൈവത്തെ മഹത്വപ്പെടുത്തിയെന്ന് ഉള്ള ഭാഗത്തിൽ കൂടെ ചിന്തിക്കുകയുണ്ടായിരുന്നു. ദൈവത്തിൻ്റെ പ്രസാദം എങ്ങനെ നമുക്ക് ലഭിക്കും എന്നുള്ള കാര്യത്തെക്കുറിച്ച് ഞാൻ പറയുകയുണ്ടായിരുന്നു. പരിശുദ്ധാത്മാവ് വ്യക്തമായി സംസാരിച്ചു. പ്രിയമുള്ളവരെ, ദൈവത്തിൻ്റെ ആ കൃപ ലഭിക്കുന്നതിന് വേണ്ടി, ദൈവത്തിൻ്റെ ആ പരിശുദ്ധ ജീവിതം നയിക്കുന്നതിന് വേണ്ടി, ദൈവത്തിൻ്റെ സന്നിധിയിൽ നിന്ന് നമുക്ക് സന്തോഷവും സമാധാനവും സുഖവും ഐശ്വര്യവും ഈ ഭൂമിയിൽ ലഭിക്കുന്നതിന് വേണ്ടി, ഇന്ന് ഭൂമിയിൽ നമ്മുടെ പാവങ്ങളെ ക്ഷമിക്കുന്നതിന് വേണ്ടി കർത്താവായ യേശു ക്രിസ്തു ഇന്നും എന്നും എപ്പോഴും നമ്മളെ കൂടെ ഉണ്ട് എന്ന് നാം വിശ്വസിച്ച് ഈ വിശ്വാസ ജീവിതം നയിക്കുകയാണ്. ഇവിടെ നമ്മൾ കാണുവാൻ സാധിച്ചു. ഇപ്പോൾ നമ്മൾ വായിച്ച ഭാഗത്തിൽ കൂടിയിരുന്നവർക്ക് സംശയമാണ്. കൽപ്പന ഏത് വലിയതാണ് എന്ന് അവർക്കറിയണം. പലരുടെ ചിന്തയുമാണ് അത്. ഏത് കൽപ്പന വലിയത് എന്ന് നമ്മൾ അറിഞ്ഞുകൊണ്ട് അതിൻ്റെ പുറകെ പോകാമെന്നുള്ള ചിന്ത. അതേപോലത്തെ ഒരു ചിന്താഗതിയിലുള്ള ഒരു വ്യക്തിയാണ്
കർത്താവിനോട് ചോദിക്കുന്നത്. കർത്താവ് പറഞ്ഞു, നിന്റെ ദൈവമായ കർത്താവിനെ നീ പൂർണ്ണ ഹൃദയത്തോടുകൂടെ, അതായത് ഒരു മനുഷ്യൻ്റെ ശരീരത്തിൽ ഉള്ള ഹൃദയം, ആ ഹൃദയം പൂർണ്ണമായിട്ടും കർത്താവിന് കൊടുക്കണം. അടുത്ത് പൂർണ്ണ ആത്മാവ്, നമ്മളെ ശരീരത്തിൻ്റെ ഉള്ളിൽ ഉള്ളതായ ആ ഹൃദയത്തിൽ ഉള്ളതായ ആത്മാവ്, പൂർണ്ണ ആത്മാവ് വേണം. അതായത് പകുതി അല്ല ദൈവം ഉദ്ദേശിക്കുന്നത്, പൂർണ്ണമായി, അതിൽ പൂർണ്ണമായിട്ടുള്ള ആത്മാവ് നമ്മൾ ദൈവത്തിൻ്റെ സന്നിധിയിൽ സമർപ്പിച്ചുകൊണ്ട് നമ്മൾ ദൈവത്തെ ആരാധിക്കണം. അതുപോലെ താഴെയുള്ള ഭാഗം പൂർണ്ണ മനസ്സ്. പ്രിയമുള്ളവരെ, ഇതാണ് ഇന്ന് മനുഷ്യന് തെറ്റുപറ്റിക്കൊണ്ടിരിക്കുന്നത്. എല്ലാം ചെയ്യുന്നുണ്ട്, അവൻ ഹൃദയത്തെ കൊടുക്കുന്നുണ്ട്, അവൻ പൂർണ്ണമായിട്ടുള്ളത് കൊടുക്കുവാൻ അവൻ തയ്യാറല്ല. ദൈവം ആഗ്രഹിക്കുന്നു നമ്മളെ പൂർണ്ണമായിട്ട് ദൈവത്തിന് സമർപ്പിക്കുവാനാണ്. ദൈവത്തിൽ നിന്ന് നമുക്ക് പ്രസാദം ലഭിക്കുവാൻ, ദൈവത്തിൽ നിന്ന് നമുക്ക് കൃപ ലഭിക്കുവാൻ, ദൈവത്തിൽ നിന്ന് എന്തെങ്കിലും നമുക്ക് ലഭിക്കേണ്ടതിന് പൂർണ്ണ മനസ്സ്, പൂർണ്ണ ഹൃദയം നമ്മൾ കൊടുക്കണം. അതുപോലെ പൂർണ്ണ ആത്മാവ് കൊടുക്കണം. പൂർണ്ണ ആത്മാവ്, അതായത് നമ്മളെ ശരീരത്തിൽ ദൈവത്തിൻ്റെ ആത്മാവ് വസിക്കുന്നുണ്ട്. ആ നമ്മളെ ശരീരത്തിൽ ദൈവം തന്ന ആ ജീവൻ വസിക്കുന്നുണ്ട്. ആ ദൈവത്തിൻ്റെ ആ സന്നിധാനത്തിൽ നമ്മളെ തന്നെ പൂർണ്ണമായി വിട്ടുകൊടുക്കുക, പൂർണ്ണമായി സമർപ്പിക്കുക. ദൈവം നമ്മളിൽ നിന്ന് ആഗ്രഹിക്കുന്നത് അതാണ്. ഇന്ന് മനുഷ്യൻ അത് കൊടുക്കുന്നില്ല. ദൈവത്തിന് പൂർണ്ണമായിട്ടും ഇന്ന് മനുഷ്യൻ കൊടുക്കുന്നില്ല. അവൻ പകുതി ദൈവത്തിനും പകുതി ലോകത്തിനും, പകുതി ഈ ലോകത്തിലുള്ള സുഖജീവിതത്തിനും പകുതി ദൈവത്തിനും. അങ്ങനെയാണ് ഇന്ന് ജനം ഇന്ന് പൊയ്ക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ടാണ് പ്രിയമുള്ളവരെ, ദൈവത്തിൻ്റെ സന്നിധിയിൽ നിന്ന് നമുക്ക് എന്തെങ്കിലും നേടുവാൻ സാധിക്കാതെ പോകുന്നത്. മനസ്സ്, നമ്മളെ ഹൃദയം, നമ്മളെ ആത്മാവ്, ശരീരം എല്ലാം മൊത്തമായി ദൈവത്തിന് വേണമെന്നാണ് പറയുന്നത്. അതുകൊണ്ടാണ് നിങ്ങളുടെ ശരീരം കർത്താവ് വസിക്കുന്ന ആലയം എന്ന് പറഞ്ഞിരിക്കുന്നത്. ദൈവം നമ്മളിൽ വസിച്ചാലേ അവിടെ എന്തെങ്കിലും ഒരു പ്രവൃത്തി നടക്കത്തുള്ളൂ. ദൈവത്തിൻ്റെ പ്രവൃത്തി നമ്മളിൽ എന്തെങ്കിലും നടക്കണമെങ്കിൽ ദൈവം നമ്മളിൽ വസിക്കണം. നമ്മളിൽ വസിക്കുമ്പോൾ മാത്രമേ ദൈവത്തിൻ്റെ പ്രവൃത്തി അവിടെ വെളിപ്പെടുകയുള്ളൂ. അപ്പോൾ ഇത് ഇന്ന് ജനം കൊടുക്കുന്നില്ല. ഇന്ന് പാതി ഇവിടെ പാതി അവിടെ എന്ന് വെച്ചാൽ, പാതി ദൈവത്തിൻ്റെ കയ്യിൽ, പാതി ഏതെങ്കിലും ഒരു വിഗ്രഹത്തിൻ്റെ ചോട്ടിൽ, പകുതി വേറെ ഏതെങ്കിലും ഒരു സ്ഥലത്ത്, പാതി അമ്മയ്ക്ക്, പാതി അപ്പുറത്ത്, പാതി ഇവിടെ. മൊത്തമായിട്ട് ദൈവം ആഗ്രഹിക്കുന്നു അത് കൊടുക്കുവാൻ ഇന്നും മനുഷ്യൻ തയ്യാറാവുന്നില്ല. അത് കൊടുക്കാത്തത് കൊണ്ടാണ് പ്രിയമുള്ളവരെ നമുക്ക് ദൈവത്തിൻ്റെ സന്നിധിയിൽ നിന്നൊന്നും ലഭിക്കാത്തത്. നാം ഇപ്പോൾ മനസ്സിലാക്കണം, നമ്മുടെ ദൈവം സ്നേഹമുള്ളവനാണ്. നമ്മളെ ദൈവത്തെ പോലെ സ്നേഹമുള്ള, ദയയുള്ള, കരുണയുള്ള ദൈവം ഇല്ല. ഈ ലോകത്തിൽ പലരും ദൈവങ്ങളെന്ന് പറയുന്ന പല പേരുകൾ ഈ ലോകത്തിൽ ഉണ്ട്. പല പേരുകളിൽ ദൈവങ്ങൾ ദൈവങ്ങൾ ദൈവങ്ങളെന്ന് കേൾക്കുവാൻ സാധിക്കും. എന്നാൽ നമ്മൾ വിശ്വസിക്കുന്ന കർത്താവായ യേശു ക്രിസ്തുവിനെ പോലെ സ്നേഹമുള്ള ഒരു നാമമോ ദൈവമോ ഈ ലോകത്തിൽ ഇല്ല, ഇല്ലവേ ഇല്ല. കർത്താവായ യേശു ക്രിസ്തുവിനെ പോലെ, അവൻ നമ്മളോട് കാണിച്ച സ്നേഹത്തെ പോലെ ആരും ഇന്നുവരെ കാണിച്ചിട്ടില്ല. അവൻ കാൽവരി കുരിശിൽ നമുക്ക് വേണ്ടി അർപ്പിച്ച ആ സ്നേഹത്തെ നാം ചിന്തിച്ച് നോക്കുമ്പോൾ ഇതേപോലെ ഈ ഭൂമിയിൽ സ്നേഹിക്കുന്ന ഒരു ദൈവം ഇല്ല. പലരും പല ചോദ്യങ്ങൾ ചോദിച്ചുകൊണ്ടിരിക്കുന്നു. യേശു ക്രിസ്തു എവിടെ ദൈവമെന്ന് പറഞ്ഞു? പ്രിയമുള്ളവരെ, പല ഭാഗങ്ങളിൽ കൂടെ ഞാൻ കർത്താവിൻ്റെ ദൈവത്തിൻ്റെ മഹത്വത്തെക്കുറിച്ച് ഞാൻ കാണിച്ചു തന്നിട്ടുണ്ട്. യേശു ക്രിസ്തു എങ്ങനെയാണ് ദൈവം എന്ന് വേദപുസ്തകം പഠിപ്പിക്കുന്നു എന്നുള്ളതെല്ലാം ഞാൻ വ്യക്തമായി അവിടെ പറഞ്ഞു തന്നിട്ടുണ്ട്. നിങ്ങളുടെ ഉള്ളിൽ സംശയം ഒരിക്കലും വരരുത്. കർത്താവ് പറഞ്ഞില്ല ഞാൻ ദൈവമാണെന്ന്. അത് ബൈബിളിൽ ഞാൻ ദൈവമാണെന്ന് പറഞ്ഞിട്ടില്ല. എന്നാൽ അതിനെ തിരിച്ച് ഉപമയിൽ കൂടെ താൻ ദൈവമാണെന്ന് അവൻ വെളിപ്പെടുത്തിയിട്ടുണ്ട്. പല ഭാഗങ്ങളിൽ അത് വെളിപ്പെടുത്തിയിട്ടുണ്ട്. പിതാവിനെ കാണിച്ചിരണമെന്ന് പറഞ്ഞപ്പോൾ, ഇത്ര നാൾ നീ എൻ്റെ കൂടെ നടന്നിട്ട് നീ എന്നെ അറിഞ്ഞില്ലയോ? എന്നെ കണ്ടവൻ പിതാവിനെ കണ്ടു കഴിഞ്ഞു. ഇങ്ങനെ പല ഭാഗങ്ങളിൽ കൂടെ കർത്താവ് തന്നെ വെളിപ്പെടുത്തിയിരിക്കുന്നു, ഒരുപാട് കാര്യങ്ങളിൽ കൂടെ. അതുകൊണ്ട് ഒരിക്കലും യേശു ക്രിസ്തുവിൽ സംശയിക്കരുത് പ്രിയമുള്ളവരെ. അവൻ നമുക്ക്
ജീവൻ തന്ന, നമ്മളെ വീണ്ടെടുത്ത, നമ്മളെ രക്ഷിച്ച, നമുക്ക് സഹായകനായിരിക്കുന്ന കർത്താവ് നമ്മളെ സ്നേഹമുള്ള ദൈവമാണെന്ന് നാം എപ്പോഴും ഉറച്ചു വിശ്വസിക്കണം. പൂർണ്ണ മനസ്സോടുകൂടെ അവനെ നമ്മൾ സ്വീകരിക്കുക, പൂർണ്ണ മനസ്സോടുകൂടെ അവനെ സ്നേഹിക്കുക, പൂർണ്ണ ഹൃദയത്തോടുകൂടെ അവനെ സ്വീകരിക്കുക. പൂർണ്ണ മനസ്സ്, ഹൃദയം, ആത്മാവ് കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ സന്നിധിയിൽ നീ സമർപ്പിച്ചുകൊണ്ട് ദൈവത്തിന് ആരാധിക്കണം, ദൈവത്തോട് പ്രാർത്ഥിക്കണം. ദൈവത്തിന് വേണ്ടി നാം ജീവിക്കുവാൻ തക്കവണ്ണം നാം വിശുദ്ധിയുള്ളവരായി തീരണം. അതാണ് ഞാൻ പല സ്ഥലങ്ങളിൽ ഞാൻ ഈ മാനസാന്തരത്തിനെക്കുറിച്ചൊക്കെ ഞാൻ വ്യക്തമായി പറഞ്ഞു തന്നു. നമ്മളിലുള്ള അശുദ്ധി നീങ്ങണം, പരിശുദ്ധനായ ദൈവം നമ്മളിൽ വസിക്കണം, അതിന് നമ്മൾ പരിശുദ്ധരായി തീരണം. അതിനാണ് കർത്താവ് പറയണത്, നിൻ്റെ പൂർണ്ണമായ ഹൃദയം, പൂർണ്ണ മനസ്സ് എനിക്ക് താ എന്ന് കർത്താവ് പറയണത്. ഇന്ന് മനുഷ്യൻ കൊടുക്കാൻ തയ്യാറല്ല, അവൻ കൊടുക്കുന്നില്ല. അതുകൊണ്ടാണ് ഇന്ന് മനുഷ്യന് യഥാർത്ഥ ദൈവത്തിൻ്റെ സ്നേഹം അനുഭവിക്കാൻ പറ്റാതെ അവൻ കാണുന്നിടത്തൊക്കെ പോകുന്നത്, തോന്നുന്നിടത്തൊക്കെ പോകുന്നത്, പല സ്ഥലങ്ങളിലും അവൻ പൊയ്ക്കൊണ്ടിരിക്കുന്നത്, പുണ്യസ്ഥലം തേടി പോകുന്നത്. ദൈവത്തിന് അവൻ്റെ മനസ്സ് പൂർണ്ണമായി കൊടുക്കുന്നില്ല, ദൈവത്തെ പൂർണ്ണമായി വിശ്വസിക്കുന്നില്ല. പ്രിയമുള്ളവരെ, ഒരു തിരുവചനത്തിൽ നമുക്ക് കാണുവാൻ സാധിക്കും, കർത്താവിൻ്റെ അടുക്കൽ വന്നിട്ട് ഒരു സ്ത്രീ, സമരിയാക്കാരി സ്ത്രീ പറയുന്ന ഒരു സംഭവത്തെ ഞാൻ നിങ്ങൾക്ക് ഓർമ്മപ്പെടുത്തുകയാണ്. യോഹന്നാൻ സുവിശേഷം 4-ാമത്തെ അധ്യായത്തിൽ നമുക്കത് കാണുവാൻ സാധിക്കും. യോഹന്നാൻ സുവിശേഷം 4-ാമത്തെ അധ്യായത്തിൽ കർത്താവ് ആ സമരിക്കാരി സ്ത്രീയോട് സംസാരിക്കുന്ന ഒരു ഭാഗത്തെ ഇപ്പോൾ നിങ്ങൾക്ക് ഞാൻ ഓർമ്മപ്പെടുത്തുന്നുണ്ട്. അവൾ ചെയ്തിട്ടുള്ള കാര്യങ്ങളെല്ലാം കർത്താവ് അവളുടെ അടുത്ത് പറഞ്ഞപ്പോൾ അവൾക്ക് മനസ്സിലായി ഇതൊരു പ്രവാചകനാണ് എന്ന്. തിരിച്ച് വീണ്ടും കർത്താവ് കൂടുതൽ അവളെക്കുറിച്ച് പറഞ്ഞപ്പോൾ, ഞാൻ നിന്നിൽ ദൈവത്തിൻ്റെ മഹത്വം കാണുന്നു, നീ എന്ന് പറഞ്ഞിട്ട് പറഞ്ഞു, മിശിഹ വരും, അവൻ വന്നിട്ട് ഇതെല്ലാം ഞങ്ങൾക്ക് ഉപദേശിച്ചു തരും എന്ന് പറഞ്ഞിട്ടുണ്ട് എന്ന് അവൾ പറയുകയാണ്. യഥാർത്ഥത്തിൽ ആ സമരിയാക്കാരി സ്ത്രീ ഈ നിയമങ്ങളെ അറിയുന്നവളാണ്. നിയമം അറിയാത്തവർക്ക് ഇത് പറയാൻ പറ്റത്തില്ല. ന്യായപ്രമാണത്തിൽ ഉള്ള കാര്യങ്ങളെ അറിയുന്നവളാണ് അവൾ. അറിഞ്ഞതുകൊണ്ടാണ് കർത്താവായ യേശു ക്രിസ്തുവിനോട് ഈ ഒരു കാര്യങ്ങളെ പറയാൻ കാരണം. ഇല്ലെങ്കിൽ അവൾ എങ്ങനെ പറയും? അപ്പോൾ ഇവിടെ പറയുന്നത്, ഞങ്ങളുടെ പിതാക്കന്മാർ മലയിലൊക്കെ പോയി ആരാധിക്കാൻ പോയിരുന്നു. പണ്ട് അങ്ങനെ ആയിരുന്നു പ്രിയമുള്ളവരെ. കർത്താവിനെ ആരാധിക്കാൻ ഒരു സമയം അവർ നിശ്ചയിക്കും. അത് ഒരു സ്ഥലത്തിൽ, പല സ്ഥലങ്ങളിൽ നിന്ന് ഒരു സ്ഥലത്തിൽ വന്ന് കൂടി ദൈവത്തെ ആരാധിക്കുകയും മഹത്വപ്പെടുത്തുകയും ഉത്സവം ആചരിക്കുകയും ചെയ്യുന്ന ഒരു സമ്പ്രദായം ഉണ്ടായിരുന്നു. അങ്ങനെയാണ് പെന്തക്കോസ്ത് നാളിൽ എല്ലാവരും, പല ഭാഷക്കാർ ഒരിടത്ത് വന്ന് കൂടിയെന്ന് പറഞ്ഞ് നമ്മൾ വായിച്ച് കേൾക്കുന്നതും അവിടെ പരിശുദ്ധാത്മാവിൻ്റെ വലിയ പ്രവൃത്തി നടക്കുന്നതിനെക്കുറിച്ചും നമ്മൾ തിരുവചനത്തിൽ കാണുന്നത്. അതുപോലെ ദൈവത്തെ ആരാധിക്കാൻ വേണ്ടി അവർ മലകളിലേക്ക് പോകുന്ന പതിവുണ്ടായിരുന്നു. കാരണം അന്ന് ആബ്രഹാം പിതാവ് മലയിൽ ബലിയർപ്പിക്കാൻ പോയി ഇസായിക്കിനെ. അപ്പോൾ ഈ ഒരു വിശ്വാസത്തിലൊക്കെ മനുഷ്യൻ പലതരത്തിൽ അന്ന് പ്രവർത്തിച്ചുകൊണ്ടിരുന്നു. മലയിലൊക്കെ പോയി കർത്താവിനെ ആരാധിക്കാം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അങ്ങനെയുള്ള ഒരു കാലമുണ്ടായിരുന്നു. അതുകൊണ്ടാണ് സമരിയാക്കാരി കർത്താവിനോട് പറഞ്ഞത്, ഞങ്ങളെ പിതാക്കന്മാർ ഈ മലയിൽ ഒക്കെ ദൈവത്തെ ആരാധിച്ചു വന്നു. അപ്പോൾ കർത്താവ് പറയുന്നു, സ്ത്രീയെ, ഇനി അങ്ങനെയുള്ള ഒരു കാലം വരുന്നു, ദൈവത്തെ മലയിലോ വേറെ ഒരിടം അല്ല ആരാധിക്കുന്നു എന്നുള്ള കാലം വരാൻ പോകുന്നു എന്ന് പറഞ്ഞു. ഇതാ ഞാൻ ആ ഭാഗം നിങ്ങൾക്ക് ഞാൻ വായിച്ച് കേൾപ്പിക്കാം. ഞങ്ങളുടെ പിതാക്കന്മാർ ഈ മലയിൽ നമസ്കരിച്ചു വന്നു. നമസ്കരിക്കേണ്ടതിന് സ്ഥലം യെരുശലേമിലാകുന്നു എന്ന് നിങ്ങൾ പറയുന്നു എന്ന് പറഞ്ഞു. യേശു അവളോട് പറഞ്ഞത്, സ്ത്രീയെ, എൻ്റെ വാക്ക് വിശ്വസിക്കുക. നിങ്ങൾ പിതാവിനെ നമസ്കരിക്കുന്നത് ഈ മലയിലും അല്ല യെരുശലേമിലും അല്ല എന്നുള്ള നാളിക വരുന്നു. നിങ്ങൾ അറിയാത്തതിനെ നമസ്കരിക്കുന്നു, ഞങ്ങളോ അറിയുന്നതിനെ നമസ്കരിക്കുന്നു.
രക്ഷ യഹൂദന്മാരുടെ ഇടയിൽ നിന്നല്ലോ വരുന്നത്. സത്യനമസ്കാരികൾ പിതാവിനെ ആത്മാവിലും സത്യത്തിലും നമസ്കരിക്കുന്ന നാഴിക വരുന്നു, ഇപ്പോൾ വന്നുമിരിക്കുന്നു. തന്നെ നമസ്കരിക്കുന്നവർ ഇങ്ങനെയുള്ളവർ ആയിരിക്കണം എന്ന് പിതാവ് ഇച്ഛിക്കുന്നു. ദൈവം ആത്മാവാകുന്നു, അവനെ നമസ്കരിക്കുന്നവർ ആത്മാവിലും സത്യത്തിലും നമസ്കരിക്കണം. സ്ത്രീ അവനോട്, മസിഹ എന്ന് വെച്ചാൽ ക്രിസ്തു വരുന്നു എന്ന് ഞാൻ അറിയുന്നു. അവൻ വരുമ്പോൾ സകലവും അറിയിച്ചു തരും എന്ന് പറഞ്ഞു. യേശു അവളോട്, നിന്നോട് സംസാരിക്കുന്ന ഞാൻ തന്നെ മസിഹ എന്ന് പറഞ്ഞു. പ്രിയമുള്ളവരെ, ഇവിടെ നമുക്ക് കാണുവാൻ സാധിക്കും, ദൈവത്തെ ആരാധിക്കാൻ, ദൈവത്തെ അന്വേഷിക്കാൻ മലയിലോ ഇല്ല വേറൊരിടത്തെങ്കിലും പോകണം എന്നുള്ള ആ നിബന്ധന ഇല്ല. ഇനി അത് ഇല്ല എന്ന് കർത്താവ് അവിടെ തറപ്പിച്ച് പറയുകയാണ് എന്ന് 2000 വർഷങ്ങൾക്ക് മുമ്പേ പറഞ്ഞ കാര്യമാണ്. ഇന്നും ഇന്നലെ പറഞ്ഞല്ല, 2000 വർഷങ്ങൾക്ക് മുമ്പേ കർത്താവായ യേശു ക്രിസ്തു ഈ ഭൂമിയിൽ ഉണ്ടായിരുന്ന സമയത്ത് പറഞ്ഞ കാര്യമാണ്. ഇന്ന് മനുഷ്യൻ ദൈവത്തെ അന്വേഷിച്ച് എവിടെയൊക്കെയാണ് പോകുന്നത്? ഏതെല്ലാം മലയിലാണ് പോകുന്നത് ദൈവത്തെ അന്വേഷിച്ച്? എന്താണ് ഇതിൻ്റെ കാരണം? എന്താണ് ഇതിൻ്റെ കാരണമെന്ന് ചിന്തിക്കാൻ പറ്റുമോ പ്രിയമുള്ള സഹോദരങ്ങളെ? ഇതിൽ ഇങ്ങനെ പോകുന്നവരും കാണും, പോകാത്തവരും കാണും. ഈ സുവിശേഷം കേൾക്കുന്നവർ ഈ മലയിലേക്ക് പോകുന്നവരും കാണും, പോകാത്തവരും കാണും. പ്രിയമുള്ളവരെ, നാം ദൈവത്തിൻ്റെ സ്വന്തം ജനം, ദൈവത്തിൻ്റെ മക്കൾ, ദൈവത്തെ ആരാധിക്കുന്നവർ ഇങ്ങനെ ആയിരിക്കണം എന്ന് ദൈവം ആഗ്രഹിക്കുന്നു. എങ്ങനെ? ദൈവം ആത്മാവാണ്, ആത്മാവിലും സത്യത്തിലും ദൈവത്തെ ആരാധിക്കണം എന്നുള്ള നാഴിക വന്നിരിക്കുന്നു, ഇപ്പോൾ വന്നു കഴിഞ്ഞു എന്ന് കർത്താവ് അവിടെ അവകാശം പറഞ്ഞ് വച്ചിരിക്കുകയാണ്. അവിടെ 2000 വർഷങ്ങൾക്ക് മുമ്പേ. ഇന്ന് ദൈവത്തെ അന്വേഷിച്ച് മനുഷ്യൻ പോകുന്നത് എവിടെയെല്ലാം? ഏതെല്ലാം മലകളിലേക്ക് കയറി പോകുന്നു? അവിടെ ദൈവമുണ്ട്, അത് അപ്പുറത്ത് ദൈവമുണ്ട്, ഇന്നടത്ത് ദൈവമുണ്ട്. അതേ സ്വഭാവമല്ലേ അന്ന് സമരിയക്കാരി പറയുന്നത് പോലെ അന്ന് ജനം ജീവിച്ചിരുന്ന അതേ സ്വഭാവമല്ലേ നീ ഇപ്പോൾ കൊണ്ടുവന്നിരിക്കുന്നത് നിൻ്റെ സ്വഭാവത്തിൽ? ഒന്ന് ചിന്തിച്ച് നോക്കുക. അപ്പോൾ കർത്താവായ യേശു ക്രിസ്തു ഈ ഭൂമിയിൽ വന്ന് കാൽവരി കുരിശിൽ തന്നെ അർപ്പിച്ച് ഈ ഭൂമിയിൽ നിന്ന് പോയി പരിശുദ്ധാത്മാവിനാൽ ഈ ഭൂമിയിൽ നിറഞ്ഞു നിൽക്കേ ആ തിരുവചനമൊക്കെ നീ മറന്നിട്ട് ഇന്ന് ദൈവത്തെ ആരാധിക്കണമെന്ന് പറഞ്ഞുകൊണ്ട് ദൈവത്തെ അന്വേഷിച്ചുകൊണ്ട് നീ എവിടെയെല്ലാം പോകുന്നത്? എവിടെയാണ് നീ പോയാൽ ദൈവത്തെ കണ്ടുകിട്ടുക? ദൈവം നമ്മളിൽ വസിക്കുന്നു എന്ന് പറഞ്ഞു. നിന്റെ ഹൃദയം ദൈവത്തിന് വേണമെന്ന് പറഞ്ഞു. ദൈവം നമ്മോടുകൂടെ ഉണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ നമ്മോടുള്ള ദൈവത്തെ വിട്ടിട്ട് വേറെ ദൈവത്തെ പിടിക്കാൻ പോകുന്നത് കൊണ്ടല്ലേ നിനക്ക് അടിപറ്റണത്? നീ ജീവിതത്തിൽ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ സാധിക്കാതെ പോകുന്നത്? ദൈവത്തിൻ്റെ യഥാർത്ഥ കൃപ അനുഭവിക്കാൻ പറ്റാതെ പോകുന്നതിൻ്റെ ഒന്നാമത്തെ കാരണമെന്ത്? നമ്മളിൽ വസിക്കുന്ന ദൈവത്തെ വിട്ടിട്ട് വേറെ ദൈവത്തെ അന്വേഷിച്ച് പോവുകയാണ്. അങ്ങ് മലയിൽ ദൈവം ഇരിക്കുന്നു, ആ ദൈവത്തെ അന്വേഷിച്ച് പോവുകയാണ്. ഇന്ന് എത്രയിടത്ത് ക്രിസ്ത്യാനികൾക്ക് ദൈവങ്ങളുടെ ഇപ്പം അങ്ങ് ഒരു സമ്മേളനം നടന്നുകൊണ്ടിരിക്കുക ദൈവത്തിനെ അന്വേഷിക്കാൻ വേണ്ടി. ഇപ്പോൾ ഒരു കുരിശുമല, ഒരു വേളാങ്കണ്ണി, ഇപ്പോൾ അതാ കൃമാസനം, ഇങ്ങനെ പല സ്ഥലങ്ങളിൽ ഇങ്ങനെ മനുഷ്യൻ പൊയ്ക്കൊണ്ടിരിക്കുകയാണ്, ഓടിക്കൊണ്ടിരിക്കുകയാണ് ദൈവത്തെ അന്വേഷിച്ചുകൊണ്ട്, ദൈവത്തെ ആരാധിക്കാൻ. പ്രിയമുള്ള സഹോദരങ്ങളെ, കർത്താവ് തിരുവചനത്തിൽ പറയുന്നു, ദൈവം നമ്മളിൽ വസിക്കുന്നു, നമ്മൾ ദൈവത്തിൻ്റെ ആലയമാണ്, നമ്മളോടുകൂടെ ദൈവം ഇരിക്കുന്നു എന്ന് പറയുന്നു. കർത്താവിൻ്റെ ആലയമായിട്ട് നമ്മളെ കൊടുക്കുവാൻ ദൈവം പറയുന്നു. ദൈവം നമ്മളിൽ വസിക്കണമെന്ന് ആഗ്രഹിക്കുന്നു. ആ ദൈവത്തിന് പൂർണ്ണ ഹൃദയത്തെ കൊടുക്കാൻ ദൈവം നമ്മളിൽ നിന്ന് ആവശ്യപ്പെടുകയാണ്. നിങ്ങൾ ദൈവത്തെ പൂർണ്ണ മനസ്സോടും പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ ആത്മാവോടും ആരാധിക്കണം. കർത്താവായ യേശു ക്രിസ്തു പറഞ്ഞ ഈ ഒരു കാര്യമാണ്. പൂർണ്ണ ഹൃദയവും പൂർണ്ണ മനസ്സും പൂർണ്ണ ആത്മാവും അത് കൊടുക്കാൻ തയ്യാറാണോ? അത് കൊടുക്കാൻ തയ്യാറാണോ പ്രിയമുള്ളവരെ? ഇല്ല. ഈ സമരിയക്കാരി സ്ത്രീ പറഞ്ഞതുപോലെ ദൈവത്തെ ആരാധിക്കുവാൻ മലകളെല്ലാം കയറിയിറങ്ങി ലോകമെല്ലാം ചുറ്റി നടന്ന് ദൈവത്തെ അന്വേഷിച്ച് ഒരിടവും ദൈവം കണ്ടുകിട്ടാതെ അവസാനം നമ്മൾ പരാജയപ്പെട്ട് ജീവിതത്തിൽ പരാജയങ്ങൾ നേരിട്ട് അവസാനത്തിൽ ദുഃഖവും മുറവിളിയും രോഗങ്ങളും സമാധാനക്കേടും എല്ലാം ജീവിതത്തിൽ വന്ന് ഈ ജീവിതം തന്നെ അങ്ങൊരു നരകതുല്യമായി തീരുന്നത് ശരിയാണോ? നമ്മളെ ഹൃദയത്തെ ദൈവത്തിന് കൊടുത്തുകൊണ്ട് ദൈവത്തിൻ്റെ സന്നിധിയിൽ നിന്ന് കൃപ അനുഭവിച്ചുകൊണ്ട് ദൈവത്തിൻ്റെ ആ പരിശുദ്ധമായ ജീവിതത്തിലേക്ക് നമ്മളെ
തന്നെ വിട്ടുകൊടുക്കുവാൻ തക്കവണ്ണം നാം ഓരോരുത്തരും തയ്യാറാവുമെങ്കിൽ തീർച്ചയായും നമ്മളെപ്പോലെ വലിയ ഭാഗ്യവാന്മാർ മറ്റാരുമില്ല. എന്തുകൊണ്ടെന്നാൽ നമ്മളെ ദൈവം ജീവിക്കുന്ന ദൈവമാണ്. നമ്മുടെ കർത്താവ് ജീവിക്കുന്ന കർത്താവാണ്. ജീവനുള്ള ദൈവത്തിൻ്റെ മക്കളാണ് നമ്മൾ. മരിച്ച ദൈവമല്ല, നമ്മൾ മരിച്ചവരുടെ മക്കളല്ല, ജീവിക്കുന്ന ദൈവത്തിൻ്റെ മക്കളാണ്. ജീവിക്കുന്ന ദൈവം, ഇന്നും എന്നും എപ്പോഴും ജീവിക്കുന്ന ദൈവത്തെയാണ് നാം ഓരോരുത്തരും വിശ്വസിക്കുന്നു എന്നുള്ള കാര്യം നമുക്കൊരിക്കലും നമ്മൾ മറന്നു പോകരുത്. പ്രിയമുള്ളവരെ, ഇന്ന് ഇവിടെ പറഞ്ഞതുപോലെ പൂർണ്ണ മനസ്സെ കൊടുക്കുവാൻ തയ്യാറാണെങ്കിൽ ജീവിതത്തിൽ വലിയ ഭാഗ്യമാണ് നാം ഓരോരുത്തരും ചെയ്തിരിക്കുന്നുവെന്ന് നാം മനസ്സിലാക്കേണ്ടതാണ്. ഇവിടെ ആ കർത്താവ് പറഞ്ഞ ഭാഗത്തിലേക്ക് നമുക്ക് കടന്നു വരാം. സത്യനമസ്കാരികളാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. സത്യനമസ്കാരികൾ, അതായത് സത്യത്തിലും ആത്മാവിലും നമസ്കരിക്കുന്ന സത്യനമസ്കാരികൾ. ആത്മാവിൽ ദൈവത്തെ ആരാധിക്കണം, പരിശുദ്ധാത്മാവിൽ ദൈവത്തെ ആരാധിക്കണം. ദൈവത്തിൻ്റെ സന്നിധിയിൽ നമ്മളെ തന്നെ സമർപ്പിച്ചുകൊണ്ട് പരിശുദ്ധ ആത്മാവിൽ നമ്മൾ ദൈവത്തെ ആരാധിക്കണം. ഇന്ന് ആരാധന ക്രമങ്ങൾ എല്ലാം ആത്മീയ ആരാധനയാണ്. കർത്താവായ യേശുക്രിസ്തു വരുന്നതിന് മുമ്പെയാണ് ചടങ്ങ് പോലത്തെ ആരാധനകൾ, ധൂപം കാണിക്കുന്ന ആരാധനകൾ അന്നുണ്ടായിരുന്നു. ബലിയർപ്പിക്കുക, ആടിനെ ബലി കൊടുക്കുക, മാടിനെ ബലി കൊടുക്കുക, ഇങ്ങനെ ബലിയർപ്പിച്ചുകൊണ്ടുള്ള ആരാധന അന്നുണ്ടായിരുന്നു. എന്തുകൊണ്ടെന്നാൽ അത് ക്രിസ്തുവിൻ്റെ നിഴലായിരുന്നു. യേശുക്രിസ്തു കുഞ്ഞാടായി ഭൂമിയിലേക്ക് ജനിച്ചതിന് ശേഷം, കുഞ്ഞാടായി യേശുക്രിസ്തുവിനെ ബലി അർപ്പിച്ചതിന് ശേഷം ഏകബലിയായി സകല പഴയ നിയമത്തിലുള്ള ബലിയും യാഗവും തീർന്നു. ഇപ്പോൾ കർത്താവായ യേശുക്രിസ്തു ബലിയർപ്പിച്ചുകൊണ്ട് തൻ്റെ ജീവനെ തന്നെ അർപ്പിച്ചുകൊണ്ട് സകലത്തിൽ നിന്നും നമ്മളെ ഓരോരുത്തരെയും മോചിപ്പിച്ചിരിക്കുകയാണ്. നാം ഓരോരുത്തരും ആ കർത്താവിൻ്റെ സന്നിധിയിൽ പുരോഹിതന്മാരായി, ദൈവത്തിൻ്റെ മഹാപുരോഹിതന്മാരായി കർത്താവിൻ്റെ അടുക്കൽ പോകുവാൻ അവൻ തിരശീല കീറി നമുക്കൊരു വഴി തുറന്നു തന്നിട്ടാണ് പോയത്. അങ്ങനെ ഒരു മഹാഭാഗ്യമാണ് നമുക്ക് ലഭിച്ചിരിക്കുന്നത്. പ്രിയമുള്ളവരെ, അങ്ങനെ ഇരിക്കുമ്പോൾ നാം ഈ ദൈവത്തെ വിട്ടിട്ട് ഈ കാണുന്നിടത്തൊക്കെ പോയാൽ നമുക്ക് എങ്ങനെയാണ് ദൈവത്തിൽ നിന്ന് കൃപ ലഭിക്കുക? എങ്ങനെയാണ് ദൈവത്തിൽ നിന്ന് ആ സന്തോഷവും സമാധാനവും ലഭിക്കുക? എങ്ങനെയാണ് ആ ദൈവം നമ്മളിൽ വസിക്കുക? ദൈവം ആഗ്രഹിക്കുന്നു, നിന്റെ ദൈവമായ കർത്താവിനെ നീ പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ മനസ്സോടും പൂർണ്ണ ആത്മാവോടും സ്നേഹിക്കണം, ആരാധിക്കണം. പൂർണ്ണ മനസ്സോടുകൂടെ ഇതിൽ അല്പം പോലും നീ പിടിച്ചു വയ്ക്കരുത്. ദൈവത്തിൻ്റെ സന്നിധിയിൽ നീ അല്പം പോലും പിടിച്ചു വയ്ക്കരുത്. പൂർണ്ണ മനസ്സും നീ ദൈവത്തിന് കൊടുക്കണം, പൂർണ്ണ ഹൃദയവും നീ ദൈവത്തിന് കൊടുക്കണം. പ്രിയമുള്ളവരെ, നാം ഒരു കുടുംബജീവിതത്തിലേക്ക് കടന്നു വന്നാൽ ആ കുടുംബജീവിതത്തിൽ തന്നെ ഒരു വ്യക്തി വിവാഹം കഴിച്ചു കഴിഞ്ഞാൽ, ഒരു സ്ത്രീ ആകട്ടെ ഒരു പുരുഷനാകട്ടെ വിവാഹം ചെയ്തു കഴിഞ്ഞാൽ, ആ വിവാഹ ജീവിതത്തിൽ ഒരു പുരുഷനായാലും ശരി ഒരു സ്ത്രീ ആയാലും ശരി ആ ഭർത്താവിന് തന്നെ പൂർണ്ണമായിട്ട് അർപ്പിക്കാതിരുന്നാൽ ആ കുടുംബത്തിൽ എങ്ങനെ സ്നേഹം നിലനിൽക്കും? ഒരു പുരുഷൻ തൻ്റെ ഭാര്യയ്ക്ക് തന്നെ പൂർണ്ണമായി സമർപ്പിക്കാതിരുന്നാൽ, അവൻ്റെ ഹൃദയത്തെ പൂർണ്ണമായി കൊടുക്കാതിരുന്നാൽ എങ്ങനെ അവിടെ ഒരു സന്തോഷം സമാധാനം നിലനിൽക്കും? എങ്ങനെ ആ കുടുംബജീവിതം മുമ്പോട്ട് പോകും? ഒന്ന് ചിന്തിച്ച് നോക്കുക. പകുതി നീ മറ്റൊരാൾക്ക് കൊടുത്തിട്ട് പകുതി ഭാര്യയ്ക്ക് കൊടുത്താൽ നിൻ്റെ കുടുംബജീവിതം എങ്ങനെ നന്നായിരിക്കും? ഇല്ല, സ്ത്രീയാകട്ടെ പകുതി ഭർത്താവിന് കൊടുത്തിട്ട് പകുതി പരപുരുഷന് കൊടുത്താൽ നിൻ്റെ കുടുംബജീവിതം എങ്ങനെ സന്തോഷമായിരിക്കും? എങ്ങനെ ഉണ്ടാവും? എങ്ങനെ ആ ജീവിതം നരക ജീവിതമാണ്. അവിടെ ഒരു സ്നേഹജീവിതമല്ല, ദൈവിക സ്നേഹം ഇല്ല അവിടെ. പകുതി മറ്റവന് പകുതി ഭർത്താവിന്, പകുതി ഭാര്യയ്ക്ക് പകുതി പരസ്ത്രീക്ക്. ഇങ്ങനെയായാൽ എങ്ങനെ ദൈവത്തിൻ്റെ പരിപൂർണ സ്നേഹം അവിടെ വസിക്കും? ഒരു കുടുംബജീവിതത്തിൽ പോലും പൂർണ്ണമായി സമർപ്പിക്കാനാണ് ഇവിടെ ആവശ്യപ്പെട്ടിരിക്കുന്നത്. എങ്കിലേ ആ കുടുംബം നിലനിൽക്കൂ, എങ്കിലേ ആ കുടുംബത്തിൽ ഒരു സമാധാനം നിലനിൽക്കൂ, എങ്കിലേ ആ കുടുംബം വളരൂ, എങ്കിലേ ആ കുടുംബത്തിൽ നല്ല മക്കൾ ജനിക്കൂ, എങ്കിലേ ആ കുടുംബത്തിൽ എന്നും ദൈവിക സമാധാനം വസിക്കൂ, ദൈവം വസിക്കൂ.
അപ്പോൾ പൂർണ്ണമായിട്ട് തന്നെ നമ്മൾ കൊടുക്കണം എന്ന് തന്നെയാണ് ഈ നിയമം, മനുഷ്യ നിയമം. എങ്കിലേ ആ കുടുംബജീവിതം വിജയിക്കൂ, ഇല്ലെങ്കിൽ വിജയിക്കത്തില്ല. അതുകൊണ്ടാണ് ഇന്ന് പല സ്ഥലങ്ങളിലും കുടുംബജീവിതങ്ങളെല്ലാം തകർന്നുകൊണ്ടിരിക്കുന്നത്. കുടുംബജീവിതം തകരുന്നത് എന്തുകൊണ്ടെന്നാൽ പൂർണ്ണ മനസ്സ് തൻ്റെ ഭർത്താവിന് കൊടുക്കില്ല, പൂർണ്ണ മനസ്സ് തൻ്റെ ഭാര്യയ്ക്ക് കൊടുക്കില്ല, പകുതി പരസ്ത്രീക്ക്, പകുതി പരപുരുഷന്, ഇങ്ങനെ കൊടുക്കുന്നത് കൊണ്ടാണ് ഒരു കുടുംബജീവിതം തകർന്നുകൊണ്ടിരിക്കുന്നത്. പൂർണ്ണമായിട്ട് സ്നേഹിക്കാനാണ് കർത്താവ് പറഞ്ഞിരിക്കുന്നത്. എനിക്ക് സ്നേഹിക്കാനാണ് എന്ന് നാം ചിന്തിക്കണം. എനിക്ക് സ്നേഹിക്കാൻ, എനിക്ക്, അല്ലാതെ അവർ സ്നേഹിച്ചാലേ ഞാൻ അങ്ങോട്ട് സ്നേഹിക്കുമെന്നല്ല. എനിക്ക് സ്നേഹിക്കാനാണ്. എനിക്ക് സ്നേഹിക്കാൻ എൻ്റെ ഭർത്താവ്, എനിക്ക് സ്നേഹിക്കാൻ എൻ്റെ ഭാര്യ. അങ്ങനെയാണ് കുടുംബജീവിതം. അതുപോലെ തന്നെ പ്രിയമുള്ളവരെ, ഈ കർത്താവിൻ്റെ സന്നിധിയിൽ നാം വരുമ്പോഴും ദൈവം നമ്മളിൽ നിന്ന് ആഗ്രഹിക്കുന്നത് പൂർണ്ണമായി ഹൃദയങ്ങളെ പരിശോധിക്കുന്ന ആ ദൈവത്തിൻ്റെ സന്നിധാനത്തിൽ നമ്മളെ പൂർണ്ണമായി വിട്ടുകൊടുക്കുക, പൂർണ്ണമായി സമർപ്പിക്കുക, പൂർണ്ണമായി ദൈവത്തിൻ്റെ സന്നിധിയിൽ നമ്മളെ സമർപ്പിച്ചുകൊണ്ട് ആ ദൈവത്തെ കൃപ അനുഭവിക്കുക. അതിനെ ആരാധിക്കാൻ വേണ്ടി ഒരു മലയും കയറി പോണ്ട, നീ പോണ്ട, ഒരിടോ നീ വണ്ടി അങ്ങ് പ്ലെയിന് കയറി പോണ്ട, കടൽ കടന്ന് പോണ്ട. ദൈവം നമ്മോടുകൂടെ ഉണ്ട്. നമുക്കായി ഒരു സഭ അന്ന് അന്തോക്യയിൽ വെച്ച് കർത്താവ് സഭ രൂപീകരിച്ചു. ക്രിസ്ത്യാനികളെന്ന് പേരുണ്ടായി. പെന്തിക്കോസ്ത് നാളിൽ സഭ രൂപീകരിച്ചു എന്നൊക്കെ നമുക്ക് അപ്പോസ്തല പ്രവൃത്തിയിൽ കാണുവാൻ സാധിക്കും. പെന്തിക്കോസ്ത് നാളിൽ സഭ രൂപീകരിച്ചു, അവിടെ സഭയുണ്ടായി. അതേപോലെ ഒരു സഭ ഇന്ന് പല പേരുകളിൽ ഇന്ന് ലോകത്തിൽ കാണുന്നു. എന്നാൽ പ്രിയമുള്ളവരെ, വീണ്ടെടുക്കപ്പെട്ട ജനത്തിന് ഈ അന്ധവിശ്വാസമില്ലാത്ത സഭ, വിഗ്രഹാരാധന ഇല്ലാത്ത സഭ, അതുതന്നെയാണ് സഭ. അതുതന്നെയാണ് കർത്താവ് ആഗ്രഹിക്കുന്ന സഭ. നിന്റെ മനസ്സ് പൂർണ്ണമായിട്ട് നീ ദൈവത്തിന് കൊടുക്കണം. നിന്റെ മനസ്സിനെ കൊണ്ട് നീ വിഗ്രഹത്തിൻ്റെ മുന്നിൽ വയ്ക്കരുത്. പാതി വിഗ്രഹത്തിനും പാതി ദൈവത്തിനും ഇല്ല. അങ്ങനെ നീ ചെയ്യാനേ പാടില്ല. അങ്ങനെ ചെയ്യുന്നുവെങ്കിൽ നാം ദൈവത്തോട് അവിശ്വസത കാണിക്കുന്നു. പൂർണ്ണമായി ദൈവത്തിന് കൊടുക്കണം. സഭ എന്ന് പറയുമ്പോൾ ഈ കർത്താവിൻ്റെ സഭയിൽ നാം ഓരോരുത്തരും അംഗമായി കഴിഞ്ഞാൽ ആ സഭയിൽ ചേർന്നുകൊണ്ട് നമ്മൾ ദൈവത്തെ ആരാധിച്ച് അപ്പം നോക്കി ഈ ഭൂമിയിൽ ജീവിച്ച് കർത്താവ് നമ്മൾ ജീവിക്കുമ്പോൾ വരുമെങ്കിൽ എടുക്കപ്പെടാൻ തക്കതായി നാം ജീവിക്കണം. ഇല്ല എങ്കിൽ കർത്താവ് മേഘങ്ങളിൽ വരുമ്പോൾ നമ്മളെ പേർ ചൊല്ലി വിളിക്കണം കർത്താവ്. അങ്ങനെ ഉള്ളവരായി നാം ജീവിക്കണം. അതാണ് ദൈവം നമ്മളിൽ നിന്ന് ആഗ്രഹിക്കുന്നത്. നമുക്കുള്ള ദൈവം നമ്മളെ പേര് ചൊല്ലി വിളിക്കണം. അങ്ങനെ നമ്മൾ ജീവിക്കണം. ഈ ഭൂമിയിൽ വിശുദ്ധിയോടും ഭക്തിയോടും മാനസാന്തരത്തോടെ ജീവിക്കണം. അനുദിനം മാനസാന്തര ജീവിതം നമ്മളെ ജീവിതത്തിൽ ഉണ്ടാകണം. പ്രിയമുള്ളവരെ, ഇവിടെ നാം കണ്ട ഭാഗം കർത്താവ് പറയുന്ന ഭാഗമാണ്. ദൈവം ആത്മാവാണ്. അവനെ ആരാധിക്കുന്നവർ ആത്മാവിലും സത്യത്തിലും ആരാധിക്കണം. ആത്മാവിലും സത്യത്തിലും ആരാധിക്കണം. സത്യം എന്ന് പറയുന്ന ഒരു കാര്യം നമുക്കുണ്ടാകണം. അസത്യം നമ്മളിൽ ഇരിക്കാൻ പാടില്ല. സത്യത്തിലേ ദൈവത്തെ ആരാധിക്കാവൂ. സത്യം എന്ന് പറയുമ്പോൾ നമ്മളെ പാതയിൽ സത്യമുണ്ടായിരിക്കണം. നമ്മളെ ജീവിതത്തിൽ സത്യമുണ്ടായിരിക്കണം. കളങ്കം എന്ന് പറയുന്ന ഒന്ന് നമ്മളെ ജീവിതത്തിൽ ഉണ്ടായിരിക്കരുത്. നമ്മൾ ഈ ലോകത്തിൽ ജീവിക്കുമ്പോൾ നമ്മളെ ജീവിതം കണ്ട് മറ്റുള്ളവർ ഇവൻ ഒരു സത്യവിശ്വാസിയാണ്, ക്രിസ്ത്യാനിയാണ്, ക്രിസ്തുവിൻ്റെ അനുയായിയാണ് എന്ന് പറയണം. നമ്മളെ കണ്ടുകൊണ്ട് പറയണം. അടുത്തവർ ഇതൊരു വിശ്വാസിയാണ്, ദൈവഭക്തനാണ്, അല്ലെങ്കിൽ ദൈവഭക്തയാണ് എന്ന് അവർ പറയണം. ഇന്ന് നമുക്ക് കാണാൻ സാധിക്കും പല വിശ്വാസികളെ റോട്ടിലിറങ്ങി നമുക്ക് പോകുമ്പോൾ കാണുവാൻ സാധിക്കും. അവരുടെ വായിൽ നിന്ന് വരുന്ന ഓരോരോ വാക്കുകളെ കേട്ടുകൊണ്ട് അപ്പോൾ ആൾക്കാർ തന്നെ പറയും, ഇത് ഏത് ലോകത്തിലെ ഭക്തനാണ്, ഏത് ലോകത്തിലെ ഭക്തൻ, ആരുടെ ഭക്തൻ, ആരുടെ വിശ്വാസി എന്ന് അവർ പറഞ്ഞ് പരിഹസിക്കാനിടയാകും. അങ്ങനെയുള്ള ഒരു ജീവിതം നാം നയിക്കരുത്. നമ്മൾ വിശുദ്ധിയോടും ഭക്തിയോടും ജീവിക്കണമെങ്കിൽ നമ്മളെ തന്നെ പൂർണ്ണമായി സമർപ്പിച്ചുകൊണ്ട് ആ വിശുദ്ധ ജീവിതം നയിക്കണം. അതാണ് സത്യം എന്ന് പറയുന്നത്. സത്യജീവിതം എന്ന് പറയുന്നത് നമ്മളെ ജീവിതത്തിൽ എപ്പോഴും സത്യമുണ്ടായിരിക്കണം. ഒരു ക്രിസ്ത്യാനി എന്ന് പറയുമ്പോൾ, യേശു ക്രിസ്തുവിൻ്റെ അനുയായി എന്ന് പറയുമ്പോൾ നമ്മളെ ജീവിതത്തിൽ സത്യമുണ്ടായിരിക്കണം. ദൈവം നമ്മളിൽ വസിക്കണമെങ്കിൽ പ്രിയമുള്ളവരെ നമ്മളിൽ സത്യമുണ്ടായിരിക്കണം. എങ്കിലേ പരിശുദ്ധാത്മാവ് നമ്മളിൽ വസിക്കുകയുള്ളൂ. സത്യമില്ലാത്തടത്ത് പരിശുദ്ധാത്മാവ് വസിക്കത്തില്ല. എവിടെ സത്യമില്ലയോ അവിടെ പരിശുദ്ധാത്മാവ് വാസം ചെയ്യത്തില്ല.
പിന്നെ അവിടെ വാസം ചെയ്യുന്നത് അസുത്ത ആത്മാവാണ്, പോസ്കിൻ്റെ ആത്മാവാണ്. നമ്മൾ അറിയത്തില്ല അത് പോസ്കിൻ്റെ ആത്മാവാണെന്ന്. മനുഷ്യൻ നടക്കുന്നത് ആ രീതിയിലാണ്. മനുഷ്യനെ ആ രീതിയിൽ കൊണ്ടുപോയിക്കൊണ്ടിരിക്കും ആ ആത്മാവ്. മനുഷ്യനെ അറിയത്തില്ല. ദൈവത്തിൻ്റെ ആത്മാവ് നമ്മളിലേക്ക് കടന്നു വരുമ്പോൾ ഒരുപാട് കാര്യങ്ങൾക്ക് വ്യത്യാസമുണ്ടാവും. അപ്പോൾ ദൈവത്തിൻ്റെ ആത്മാവ് നമ്മളിൽ വരണമെങ്കിൽ നമുക്ക് സത്യമുണ്ടായിരിക്കണം. നമ്മളെ ജീവിതത്തിൽ സത്യമുണ്ടായിരിക്കണം, കുടുംബത്തിൽ സത്യമുണ്ടായിരിക്കണം. നമ്മൾ എവിടെ പോയാലും അവിടെ സത്യമുണ്ടായിരിക്കണം. നമ്മൾ ഒരാളെ വഞ്ചിക്കുന്നവരായി തീരരുത്, ഒരാളെ ദ്രോഹിക്കുന്നവരായി തീരരുത്, ഒരാളെ ഒരിക്കലും നമ്മൾ കെടുക്കുന്നവരായി തീരരുത്. നമ്മളെപ്പോഴും വിശുദ്ധിയോടും ഭക്തിയോടും ജീവിക്കുന്നവരായിരിക്കണം. അതാണ് ദൈവം നമ്മളിൽ നിന്ന് ആഗ്രഹിക്കുന്നത്. പ്രിയമുള്ളവരെ, അങ്ങനെയുള്ളവരെ വിളിക്കുവാനാണ് കർത്താവ് വരണത്. അങ്ങനെയുള്ളവരെ വിളിക്കുവാനാണ് ഇനി വീണ്ടും വരുന്നത്. സ്തോത്രം. അല്ലാതെ ഞാൻ ക്രിസ്ത്യാനിയാണെന്ന് പറഞ്ഞുകൊണ്ട് ലേബൽ തലയിൽ ഒട്ടിക്കൊണ്ട് നടക്കുന്നവരെ വിളിക്കാനല്ല. വിശുദ്ധിയോടും ഭക്തിയോടും ജീവിക്കുന്നവരെ, സത്യത്തിൽ ജീവിക്കുന്നവരെ, സത്യത്തിലും ആത്മാവിലും ദൈവത്തെ ആരാധിച്ച് വിശുദ്ധിയോടെ ജീവിക്കുന്നവരെ കൊണ്ടുപോകാനാണ് കർത്താവ് വരണത്. കാരണം നഷ്ടപ്പെട്ടു പോയ ജീവവൃക്ഷത്തിൻ്റെ ഫലം ഭക്ഷിക്കുവാൻ കർത്താവ് വച്ചിരിക്കുകയാണ്. അത് ഭക്ഷിക്കണമെങ്കിൽ ആ ആദിയിലെ മനുഷ്യൻ എങ്ങനെയായിരുന്നു? അവൻ ജീവനുള്ള ദേഹിയായിരുന്നു, അവൻ പരിശുദ്ധനായിരുന്നു, അവൻ പരിശുദ്ധവാനായിരുന്നു അന്ന്. അതേപോലെ പരിശുദ്ധവാന് കൊടുക്കാനാണ് ജീവവൃക്ഷം കർത്താവ് ഒരുക്കിയിരിക്കുന്നത്. അല്ലാതെ പാപം ചെയ്ത് പാപത്തിൽ പോകുന്ന വ്യക്തിക്ക് കൊടുക്കാനുള്ളതല്ല എന്നാണ് കർത്താവ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. നമുക്ക് വേണ്ടി കാൽവരി കുരിശിൽ ചിന്തിയ രക്തം നമ്മളെ പാപങ്ങളെ പോക്കും എന്ന് നമുക്ക് വിശ്വാസമുണ്ടെങ്കിൽ ആ വിശ്വാസത്തിൽ നമ്മളെ പാപങ്ങളെയെല്ലാം കർത്താവിൻ്റെ കാൽവരി കുരിശിലേക്ക് ഇട്ട് കളയുക, അങ്ങ് ഇറക്കി കളയുക. കർത്താവിൻ്റെ കുരിശിൽ തറച്ചു കളയുക പാവങ്ങളെ. നമ്മളെ ശരീരത്തിലുള്ള അശുദ്ധി എല്ലാം അങ്ങനെ നീങ്ങിപ്പോകട്ടെ. ക്രിസ്തുവിൻ്റെ പാദത്തിൽ നമ്മളെ സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുക. പ്രിയമുള്ളവരെ, നമുക്ക് ദൈവത്തെ അന്വേഷിക്കുവാൻ അതിനുവേണ്ടി മല കയറി ഒന്നും പോകേണ്ട ആവശ്യമില്ല. നമുക്ക് മല കയറി പോകേണ്ട ആവശ്യമില്ല. ദൈവത്തെ അന്വേഷിച്ച് ദൈവം നമ്മോടുകൂടെ ഉണ്ട്. അതാണ് കർത്താവായ യേശു ക്രിസ്തു ജനിക്കുന്ന സമയത്ത് പറഞ്ഞത്. ദൈവം നമ്മോടുകൂടെ എന്ന അർത്ഥമുള്ള ഇമ്മാനുവേൽ എന്ന പേരാകും. ദൈവം നമ്മോടുകൂടെ. ജനിക്കുന്നതിന് മുമ്പേ യെശയ്യാ പ്രവാചകനിൽ കൂടെ പ്രവചിച്ചിരിക്കുന്നു. ദൈവം നമ്മോടുകൂടെ എന്ന അർത്ഥമുള്ള ഇമ്മാനുവേൽ എന്നുള്ള പേര് കർത്താവായ യേശു ക്രിസ്തുവിന് ആകുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. കാരണം ദൈവം നമ്മോടുകൂടെ വസിക്കാൻ ആഗ്രഹിക്കുന്നു. ഇന്നല്ല ഇതാഗ്രഹിച്ചത്, ആദാമിനെ എന്ന് സൃഷ്ടിച്ച അന്ന് ആഗ്രഹിച്ചതാണ് കർത്താവ്. ഓരോ മനുഷ്യനിൽ വസിക്കണം. ദൈവം അത് ആഗ്രഹിക്കുന്നതാണ്, മനുഷ്യനിൽ വസിക്കണമെന്ന്. അത് ദൈവത്തിൻ്റെ പ്ലാനാണ്, ദൈവത്തിൻ്റെ പദ്ധതിയാണത്, ദൈവത്തിൻ്റെ ആ സ്നേഹമാണ്. മനുഷ്യനിൽ വസിച്ച് അവൻ ഈ ഒരു ദേവനായി ലോകത്തിൽ ജീവിക്കണം. ദൈവം വസിക്കുന്ന സ്ഥലം ദേവൻ. അതാണ് യോഹന്നാൻ സുവിശേഷം 10-ാമത്തെ അധ്യായത്തിൽ മോശയെക്കുറിച്ച് പറഞ്ഞ കാര്യങ്ങളെ ഇവിടെ പറഞ്ഞിരിക്കുന്നത്. ദേവന്മാർ എന്ന് പറഞ്ഞു എന്ന്. കാരണം ദൈവം വസിക്കുന്ന സ്ഥലം അത് പരിശുദ്ധമാണ്. പരിശുദ്ധമായ ഒരു സ്ഥലത്തിൽ ദൈവം വസിക്കുന്നു. അപ്പോൾ ആ ദൈവം വസിക്കുന്ന സ്ഥലം, ദൈവത്തിൻ്റെ മക്കൾ ദേവന്മാർ. അപ്പോൾ ഇത് ദൈവത്തിൻ്റെ പ്ലാനിങ് ആണ്. അപ്പോൾ ദൈവം നമ്മളിൽ വസിക്കാൻ ആഗ്രഹിക്കുന്നു. അങ്ങനെ ഇരിക്കുമ്പോൾ പാതി കൊണ്ട് വിഗ്രഹത്തിനും വെച്ച്, പാതി കൊണ്ട് അമ്മയ്ക്കും കൊടുത്ത്, പാതി കൊണ്ട് വേറൊരിടത്തും കൊടുത്ത്, ഇങ്ങനെയൊക്കെ നടന്നാൽ എങ്ങനെ ദൈവം നമ്മളിൽ വസിക്കും? എങ്ങനെ ദൈവത്തിൻ്റെ സമാധാനം നമുക്ക് ലഭിക്കും? എങ്ങനെ നമുക്ക് ദൈവത്തിൻ്റെ സന്തോഷം ലഭിക്കും? എങ്ങനെ നമുക്ക് ദൈവത്തിൻ്റെ കൃപ ലഭിക്കും? ഒരിക്കലുമില്ല. ഇന്ന് പരാജയം അതുകൊണ്ടാണ് പ്രിയമുള്ളവരെ. മനുഷ്യൻ്റെ ജീവിതത്തിൽ പരാജയം അതുകൊണ്ടാണ്. ഒന്ന് ചിന്തിച്ച് നോക്കുക. ഞാൻ എവിടെയാണ് വീണിരിക്കുന്നു? ഞാൻ എവിടെയാണ് തെറ്റിയിരിക്കുന്നു? ഒന്ന് ചിന്തിച്ച് നോക്കുക. എവിടെ തെറ്റി? എവിടെ വീണു? എവിടെ ഞാൻ പാപം ചെയ്തു? എവിടെയാണ് എനിക്ക് തെറ്റുപറ്റി എന്ന് നിനക്ക് ചിന്തിക്കാൻ പറ്റുമോ? എങ്കിൽ നീ വിജയിച്ചു. വീണടത്തിൽ നിന്ന് നീ എഴുന്നേൽക്കണം. എഴുന്നേറ്റുകൊണ്ട് കർത്താവിനെ നീ സ്നേഹിക്കണം. കർത്താവിന് വേണ്ടി കർത്താവിൻ്റെ സന്നിധാനത്തിൽ നിന്നെ തന്നെ സമർപ്പിക്കണം. അതുതന്നെയാണ് പ്രിയമുള്ളവരെ ഇവിടെ പറയുന്നത്. സമരിയക്കാരി സ്ത്രീയോട് കർത്താവ് പറഞ്ഞത്, ദൈവത്തെ ആരാധിക്കാൻ ഇനി അങ്ങ് മലയിലോ യെരുശലേമിലോ വേറെ ഒരിടം പോകേണ്ട ആവശ്യമില്ല. ദൈവം ആത്മാവാണ്.
അവനെ ആത്മാവിലും സത്യത്തിലും ആരാധിക്കണം. സ്ത്രീയെ, ആ സമയം വന്നു കഴിഞ്ഞു. 2000 വർഷങ്ങൾക്ക് മുമ്പേ വന്നു കഴിഞ്ഞു. ഇപ്പോഴും മനുഷ്യൻ ആ 2000 വർഷങ്ങൾക്ക് മുമ്പേ ഉള്ളത് എന്നെ കൊണ്ട് നടക്കുന്നു. 2000 വർഷങ്ങൾക്ക് മുമ്പേ ഉള്ളത് ചടങ്ങ്. ഞങ്ങൾ പാരമ്പര്യമാണ്. ഞങ്ങൾ പാരമ്പര്യ പൗരോഹിത്യമുള്ളവരാണ്. ഞങ്ങൾ പാരമ്പര്യ ക്രിസ്ത്യാനികളാണ്. പാരമ്പര്യ ക്രിസ്ത്യാനികൾ. പ്രിയമുള്ളവരെ, പാരമ്പര്യ ക്രിസ്ത്യാനികളല്ല കർത്താവിടെ ആഗ്രഹിക്കുന്നത്. പരിശുദ്ധാത്മാവിനാൽ ദൈവത്തെ ആരാധിക്കുന്നവരായി തീരണം. പരിശുദ്ധാത്മാവിനാൽ, ദൈവം ആത്മാവാണ്. കർത്താവായ യേശു ക്രിസ്തു ജീവിക്കുന്ന ആത്മാവായി തീർന്നിരിക്കുന്നു. ആ ആത്മാവായ ദൈവം നമ്മളോടുകൂടെ ഇരിക്കുന്നു. അങ്ങനെ നമ്മളോടുകൂടെ ഇരിക്കുന്ന കർത്താവിനെ പരിശുദ്ധാത്മാവിൽ ആരാധിക്കണമെന്ന് കർത്താവ് ആഗ്രഹിക്കുന്നു. പരിശുദ്ധാത്മാവിൽ ദൈവത്തെ മഹത്വപ്പെടുത്തണമെന്ന് ആഗ്രഹിക്കുന്നു. പരിശുദ്ധാത്മാവിൽ ജീവിക്കണമെന്ന് ആഗ്രഹിക്കുന്നു. പരിശുദ്ധാത്മാവിൽ സാത്താനെ ജയിക്കണമെന്ന് ആഗ്രഹിക്കുന്നു. പരിശുദ്ധാത്മാവിൽ സാത്താനെ തോൽപ്പിക്കണമെന്ന് ആഗ്രഹിക്കുന്നു. പരിശുദ്ധാത്മാവിൽ സാത്താനെ ചവിട്ടി താക്കണമെന്ന് ആഗ്രഹിക്കുന്നു. പരിശുദ്ധാത്മാവിൽ ജീവിക്കണമെന്ന് ആഗ്രഹിക്കുന്നു കർത്താവ് നമ്മൾ ഓരോരുത്തരെയും. ഹല്ലേലൂയ, സ്തോത്രം. പരിശുദ്ധാത്മാവിൽ, പ്രിയമുള്ളവരെ, ആ പരിശുദ്ധാത്മാവിന് വേണ്ടി വാഞ്ചിക്കുക. ആ പരിശുദ്ധാത്മാവിന് വേണ്ടി കാത്തിരിക്കുക. ആ പരിശുദ്ധാത്മാവ് നമ്മളിലേക്ക് വരാനാണ് കർത്താവിലൂടെ പറഞ്ഞിരിക്കുന്നത്. നിന്റെ ദൈവമായ കർത്താവിനെ പൂർണ്ണ മനസ്സോട്, പൂർണ്ണ ആത്മാവോട്, പൂർണ്ണമായി കർത്താവിൻ്റെ സന്നിധിയിൽ പൂർണ്ണ ഹൃദയത്തോടുകൂടെ നീ ദൈവത്തെ ആരാധിക്കണമെന്ന് പറഞ്ഞിരിക്കുന്നത്. പൂർണ്ണമായിട്ട് നീ കൊടുക്കണം. നാം ഓരോരുത്തരും പൂർണ്ണമായി കർത്താവിന് കൊടുക്കണം. ദൈവമാണ് നമ്മളിൽ വസിക്കേണ്ടത്. ദൈവം, ആ ദൈവം വസിക്കണമെങ്കിൽ നമ്മൾ എത്ര പരിശുദ്ധരായിരിക്കണം. അതാണ് പ്രിയമുള്ളവരെ നമ്മൾ ആഗ്രഹിക്കുന്നത്. ഇത് നമ്മൾ മനുഷ്യനെന്ന് കൊടുക്കണില്ല. ഇത് കൊടുക്കാതെ, മാനസാന്തരമില്ലാതെ ഈ കാണുന്നിടത്തൊക്കെ പോയിട്ട്, അവിടെ പോയിട്ട് അമ്മയെ, അപ്പുറത്ത് പോയിട്ട് ദേവിയെ, അപ്പുറത്ത് പോയിട്ട് മേറൊന്ന്, ഇങ്ങനെ കണ്ണ് കാണാതെ, ആരും കാണുന്നില്ലെന്നും പറഞ്ഞുകൊണ്ട് രാത്രി സമയത്തിൽ ചെന്നിട്ട് വേറെ വല്ലടവും ചെന്നിട്ട് ഇങ്ങനെ മുട്ടുമടക്കും. വെളിച്ചപ്പാടിൻ്റെ അടുത്ത് പോവും. അവനെന്ത് പറയുന്നത് കേൾക്കാൻ, എൻ്റെ ജീവിതത്തിൽ എന്ത് സംഭവിക്കുമെന്ന് പറയാൻ വെളിച്ചപ്പാടിൻ്റെ അടുക്കൽ പോവും. അവർ ചിന്തിക്കും ദൈവം കാണുന്നില്ല എന്ന്. ദൈവം എല്ലാം കണ്ടുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ ദൈവത്തെ മറച്ചൊന്നും ചെയ്യുവാൻ സാധിക്കില്ല. നമ്മളുടെ ഈ ആവേശം, ഈ വെപ്രാളം, ഈ ആവലാതിയാണ് ദൈവത്തിൽ നിന്ന് നമ്മളെ അകറ്റിക്കൊണ്ടിരിക്കുന്നത്. ഈ ആവലാതിയെ വിട്ടിട്ട് ദൈവമെന്ന് പറയുന്ന ഒരു ശക്തി, ആ പരിശുദ്ധനായ ദൈവം, ഈ ഭൂമി നിറഞ്ഞിരിക്കുന്ന കർത്താവ്, നമുക്ക് വേണ്ടി കാൽവരി കുരിശിൽ കയറി ജീവനെ തന്ന ആ സ്നേഹമുള്ള കർത്താവ് ലോകാവസാനത്തോളം ഓരോ നാളും എൻ്റെ കൂടെ ഉണ്ട്, ഞാൻ കുലുങ്ങിപ്പോകുകയില്ല എന്ന് പറഞ്ഞുകൊണ്ട് നിന്നെ സമർപ്പിച്ച് ദൈവത്തിൻ്റെ സന്നിധിയിൽ പ്രാർത്ഥിക്കുക. അപ്പോൾ നീ മുട്ടുമടക്കി നിൽക്കുന്ന സ്ഥലത്ത് ദൈവം നിനക്ക് ഉത്തരം തരും. കർത്താവ് ഇത് തിരുവചനത്തിലൊക്കെ പറഞ്ഞിട്ടുണ്ട്. നീ മുറിയടച്ചിരുന്ന് നിൻ്റെ ദൈവമായ കർത്താവിനോടൊക്കെ പ്രാർത്ഥിക്കാനൊക്കെ പറഞ്ഞിട്ടുണ്ട്. എന്തിനാണ് ഇതൊക്കെ പറഞ്ഞിരിക്കുന്നത്? രഹസ്യത്തിൽ നിൻ്റെ ദൈവത്തോട് പ്രാർത്ഥിക്കാൻ പറഞ്ഞിട്ടുണ്ട്. രഹസ്യത്തിൽ. അപ്പോൾ രഹസ്യത്തിൽ നിൻ്റെ ദൈവത്തോട് നീ പ്രാർത്ഥിക്കുമ്പോൾ നിൻ്റെ ഹൃദയത്തെ അറിയുന്ന ദൈവം നിനക്ക് ഉത്തരം തരും എന്തിനാണ് തിരുവചനത്തിലൊക്കെ പറഞ്ഞിരിക്കുന്നത്? ഇതിനാണ് പ്രിയമുള്ളവരെ. അതിനെ ദൈവത്തെ അന്വേഷിച്ച് നീ ഇങ്ങനെയുള്ള പൈസകളും ചിലവാക്കി കാണുന്നിടത്ത് ഈ പേട്ട് മനുഷ്യന്മാരുണ്ടാക്കി വെച്ചിരിക്കുന്ന ഇങ്ങനെയുള്ള സ്ഥലങ്ങളിൽ വിഗ്രഹങ്ങളുടെ മുന്നിൽ ചെന്ന് നിങ്ങളെ മുട്ടുമടക്കി നിങ്ങളെ ജീവിതത്തെ നശിപ്പിച്ച് കളയല്ലേ എന്ന് ഞാൻ നിങ്ങളോട് ആവശ്യപ്പെടുന്നു. പരിശുദ്ധാത്മാവ് നിങ്ങൾക്ക് വീണ്ടും ഈ ആലോചന തരികയാണ്. ഇന്ന് പൂർണ്ണമായിട്ട് കൊടുക്കാൻ പോവും. എവിടെ നിന്നറിയാമോ? പുരോഹിതൻ്റെ അടുക്കൽ കുമ്പസാരിക്കാൻ പോവും പൂർണ്ണമായിട്ട്. കാരണം കുമ്പസാരിക്കാൻ പോകുന്നത് ദൈവത്തിൻ്റെ അടുക്കലാണല്ലോ, മനുഷ്യ ദൈവം. ആ കുമ്പസാരം നടത്തുമ്പോൾ അവയെല്ലാം കേട്ടോണ്ടിരിക്കും. ഇങ്ങനെ നീ പറയുന്നതൊക്കെ കേട്ടോണ്ടിരിക്കും. ദൈവമാണല്ലോ, ദൈവത്തിൻ്റെ അടുക്കലല്ലേ പറയുന്നേ. കേട്ടോണ്ടിരുന്നിട്ട് പിന്നെ ആ കുമ്പസാരത്തെ വെച്ചിട്ട് അവൻ മുതലെടുക്കും. ഇന്നിതാ ഒരു സംഭവം കേരളത്തിൽ നടന്നിരിക്കുകയാണ്. കുമ്പസാര രഹസ്യങ്ങളെ പറഞ്ഞുകൊണ്ട് ഭീഷണിപ്പെടുത്തി അവളെ തൻ്റെ വശത്താക്കി അവളെ പീഡിപ്പിച്ചു വന്ന് ഒരു ന്യൂസ് വന്നുകൊണ്ടിരിക്കുകയാണ്. ഒരു വാർത്ത ഞാൻ കേട്ടതാണ്.
വികാരിക്കെതിരെ പോലീസ് എഫ്ഐആർ. ഇരിങ്ങാലക്കുട രൂപതയ്ക്ക് കീഴിലുള്ള വെള്ളിക്കുളങ്ങര അമ്പനോളി സെന്റ് ജോർജ് പള്ളി വികാരിയായിരുന്ന ഫാദർ ആഷിൽ കൈതാറിനെതിരെയാണ് എഫ്ഐആർ. കുമ്പസാര രഹസ്യം പുറത്തു പറയുമെന്ന് ഭീഷണിപ്പെടുത്തിയായിരുന്നു വികാരി വീട്ടമ്മയെ ഒന്നിലധികം തവണ ബലാത്സംഗത്തിന് ഇരയാക്കിയത്. കൂടാതെ വീട്ടമ്മയുടെ നഗ്ന ഫോട്ടോകളും വീഡിയോകളും മൊബൈൽ ഫോണിൽ പകർത്തുകയും ചെയ്തു. ജൂലൈ 15-ന് എഫ്ഐആർ ഇട്ടിട്ടും പ്രതിയെ പിടികൂടാതെ പോലീസ് ഒളിച്ചു കളിക്കുകയാണെന്ന ആക്ഷേപവുമുണ്ട്. കുമ്പസാര രഹസ്യം പുറത്തു പറയുമെന്ന് ഭീഷണിപ്പെടുത്തിയാണ് അമ്പനോളി സെയിന്റ് ജോർജ് പള്ളി വികാരിയായിരുന്ന ഫാദർ ആഷിൽ കൈതാരൻ യുവതിയെ ആദ്യം ബലാത്സംഗത്തിന് ഇരയാക്കിയത്. മൊബൈൽ ഫോണിൽ പകർത്തിയ നഗ്ന ദൃശ്യങ്ങൾ വെച്ച് സമ്മർദ്ദത്തിലാക്കിയ ശേഷമായിരുന്നു തുടർ പീഡനങ്ങൾ. എറണാകുളത്തെ ഹോട്ടൽ മുറിയിലും ആലുവ മദ്രസപ്പടിയിലെ വാടക വീട്ടിൽ വെച്ചും യുവതിയെ ബലാത്സംഗം ചെയ്തു. 2024 സെപ്റ്റംബർ 1 മുതൽ 2025 ജൂലൈ 11 വരെയുള്ള കാലയളവിലായിരുന്നു കുറ്റകൃത്യങ്ങൾ നടന്നത്. ഭാരതീയ ന്യായ സംഹിതയിലെ 126(2), 127(3), 64, 64(2), M, 351(3), 75(1), 76 വകുപ്പുകളാണ് വൈദികനെതിരെ ചുമത്തിയിരിക്കുന്നത്. തൃശൂർ റൂറലിലെ വെള്ളിക്കുളങ്ങര പോലീസ് എഫ്ഐആർ രജിസ്റ്റർ ചെയ്ത് 2 ആഴ്ച പിന്നിട്ടിട്ടും ഫാദർ ആഷിലിനെ പിടികൂടാനുള്ള ശ്രമങ്ങളൊന്നും നടത്തുന്നില്ല. ഇദ്ദേഹം ഹൈക്കോടതിയിൽ മുൻകൂർ ജാമ്യാപേക്ഷ സമർപ്പിച്ചിട്ടുണ്ട്. ഈ മാസം 8-ാം തീയതി കേസ് പരിഗണിക്കും. വൈദികനെ തൽക്കാലം ചുമതലകളിൽ നിന്ന് നീക്കിയിരിക്കുകയാണ്. ഇദ്ദേഹം ആരോഗ്യ പ്രശ്നങ്ങൾ മൂലം അവധിയിൽ പോയെന്നാണ് ഇരിങ്ങാലക്കുട അതിരൂപതയുടെ വിശദീകരണം. അതിനിടെ പരാതി പിൻവലിപ്പിക്കാൻ യുവതിയിൽ സമ്മർദ്ദം ചെലുത്തുന്നുണ്ട്. ഇതിന് വൻതുക വാഗ്ദാനം ചെയ്തതായാണ് അറിയുന്നത്. യുവതിയുടെ രഹസ്യമൊഴി മജിസ്ട്രേറ്റ് കോടതി ഇതിനകം രേഖപ്പെടുത്തിയിട്ടുണ്ട്. കുറ്റാരോപിതനായ വൈദികൻ ഫാദർ ആഷിൽ കൈതാരന് അനവധി യുവതികളുമായി രഹസ്യബന്ധമുണ്ടെന്ന ആരോപണവും ഈ പശ്ചാത്തലത്തിൽ പ്രബലമാകുന്നു. അനിൽ നമ്പ്യാർ, ന്യൂസ് ഡെസ്ക്, ജനം. അപ്പോൾ കുമ്പസാരൻ നടത്തി ആ ആൾ ദൈവത്തിൻ്റെ അടുക്കൽ ചെന്നിട്ട് എല്ലാം പറഞ്ഞിട്ട് പിന്നെ അവൻ അതിനെ വെച്ചിട്ട് മുതലെടുത്ത് ആ പൈശാചിൻ്റെ പ്രവൃത്തി ചെയ്യുവാൻ തക്കവണ്ണം ഇടയായി. നിൻ്റെ ജീവിതത്തെ നശിപ്പിക്കുന്നതിനേക്കാൾ സകലത്തെയും അറിയുന്ന കർത്താവിൻ്റെ മുന്നിൽ മുട്ടുമടക്കിക്കൊണ്ട് പൂർണ്ണ മനസ്സ് കൊടുത്തുകൊണ്ട് ആ ദൈവത്തോട് നീ പറ. ആ ദൈവം നിൻ്റെ പാപങ്ങളെ ക്ഷമിക്കാൻ എപ്പോഴും സന്നദ്ധനായിരിക്കുന്നു. നീ മക്കളാണ്, മകളാണ്, മകനാണ്. അപ്പോൾ ആ ദൈവം ആ പാപങ്ങളെ ക്ഷമിക്കാൻ എപ്പോഴും തയ്യാറാണ്. അത് വിട്ടിട്ട് ഈ പേട്ട് മനുഷ്യൻ്റെ മുന്നിൽ ചെന്നിട്ട് നീ ചെയ്ത പാവങ്ങളെക്കുറിച്ച്, നിൻ്റെ രഹസ്യങ്ങളെക്കുറിച്ച്, നീ നിൻ്റെ കാമുകൻ്റെ അടുത്തും കാമുകിയുടെ അടുത്തും പോയതിനെക്കുറിച്ചൊക്കെ അവൻ്റെ അടുത്ത് പറയും. കാമുകിയുടെ അടുത്ത് പോയതിനെക്കുറിച്ച് പറഞ്ഞാൽ അവൻ കേട്ടിട്ട് പോ നിൻ്റെ പാവം ക്ഷമിച്ചു എന്ന് പറഞ്ഞങ്ങ് വിടും. പക്ഷേ മറ്റതങ്ങനെയല്ല. അവൻ തിരിച്ച് അതിനെ രൂപപ്പെടുത്തി അവൻ അതിനെ വെച്ച് മുതലെടുത്ത് അതിനെ അവൻ്റെ സൈഡിലേക്ക് അവൻ തിരിച്ച് ഇതിനെക്കുറിച്ചൊക്കെ പറഞ്ഞാൽ എന്തുമാത്രം നാണക്കേടാണ്, എന്തുമാത്രം ക്രിസ്തീയ സമൂഹത്തിന് നാണക്കേട്. പ്രിയമുള്ളവരെ, അങ്ങനെ ഒന്നും നിങ്ങൾ ആകരുത്. അങ്ങനെ ഒന്ന് ചെന്ന് ഈ പേട്ട് മനുഷ്യൻ്റെ മുമ്പിലൊന്നും നിങ്ങളെ പാവങ്ങളെ നിങ്ങൾ ചെയ്തതിനെക്കുറിച്ച് പറയരുത്. അവൻ ആൾ ദൈവമല്ല. അവൻ അങ്ങനെ ഒരു ഇത് ഇല്ല. തിരുവചനത്തിൽ പറയുന്നുണ്ട്, നിങ്ങളെ പാവങ്ങളെ നിങ്ങൾ ആർക്കെങ്കിലും നിങ്ങളെ പാവങ്ങളെ ക്ഷമിച്ചാൽ ക്ഷമിക്കപ്പെടും എന്നൊക്കെ അപ്പോസ്തലന്മാർക്ക് കൊടുത്തിട്ടുണ്ട്, അങ്ങനെ പറഞ്ഞിട്ടുണ്ട്. എന്നാൽ പ്രിയമുള്ളവരെ, അങ്ങനെ നമ്മൾ ആ വിശ്വാസത്തിൽ പോകുവാൻ തക്കവണ്ണം പാപങ്ങളെ ക്ഷമിച്ച് തരുവാൻ തക്കവണ്ണമുള്ള ഒരു പരിശുദ്ധനായ ജീവിതം നയിക്കുന്ന വ്യക്തിയെ തിരഞ്ഞെടുക്കാൻ ഇന്ന് വലിയ ബുദ്ധിമുട്ടാണ്. അന്ന് അപ്പോസ്തലന്മാർക്ക് അങ്ങനെയുള്ള പരിശുദ്ധ ജീവിതം നയിച്ചുകൊണ്ടിരുന്നത് കൊണ്ട് അങ്ങനെയുള്ള ഒരു കൃപ ദൈവം കൊടുത്തു, അത് സത്യമാണ്. എന്നാൽ പരിശുദ്ധമായി ജീവിക്കുന്ന ഒരു വ്യക്തിയെ ഇന്ന് കണ്ടെത്താൻ ബുദ്ധിമുട്ടാണ്. അവൻ ഒരു പാവങ്ങളെ ക്ഷമിക്കാൻ തക്കതായ ദൈവപുത്രനായി ഈ ഭൂമിയിൽ ജീവിക്കുന്നവനായിരിക്കണം. അത് ഇന്ന് കണ്ടെത്താൻ ബുദ്ധിമുട്ടാണ് പ്രിയമുള്ളവരെ. ഇന്ന് ആ ദൈവപുത്രനായുള്ളത് നമ്മളെ കർത്താവായ യേശു ക്രിസ്തുവാണ്. ആ ക്രിസ്തുവിൻ്റെ മുന്നിൽ കൊണ്ട് പാവങ്ങളെ ഏറ്റുപറയുക, സമർപ്പിക്കുക. ആ കർത്താവ് നമ്മളെ പാവങ്ങളെ ക്ഷമിക്കും. സ്തോത്രം. അല്ലാതെ നിങ്ങളെ ജീവിതത്തെ നശിപ്പിച്ച് കളയരുത്. ഇങ്ങനെ പേട്ട് മനുഷ്യന്മാരുടെ അടുക്കൽ ചെന്നിട്ട് നിങ്ങളെ കുമ്പസാരം നടത്തി. അവർ ദൈവമല്ല. ഞാൻ എൻ്റെ ദൈവം. പിന്നെ ദൈവം പറയും, നീ കേൾക്കും. ദൈവം എന്ത് പറഞ്ഞാലും കേൾക്കും. ദൈവം പറയും, ദൈവത്തിന് കൊണ്ടു കൊടുക്കും.
ജീവിതം പോയല്ലോ. പ്രിയമുള്ളവരെ, അങ്ങനെയുള്ള അവസ്ഥയിലേക്ക് നിങ്ങൾ പോകാതിരിക്കാൻ വേണ്ടി കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ മുന്നിൽ പൂർണ്ണമായി നിങ്ങളെ സമർപ്പിക്കുക. പരിശുദ്ധാത്മാവ് നിങ്ങൾക്ക് വീണ്ടും ഈ ആലോചന തരികയാണ്. ഏറ്റെടുക്കാൻ മനസ്സുള്ളവർ ഏറ്റെടുത്തോളുക. സ്തോത്രം. പൂർണ്ണ മനസ്സ് കൊടുക്കുമോ പ്രിയമുള്ളവരെ? പൂർണ്ണ മനസ്സ്, നിൻ്റെ പൂർണ്ണ ഹൃദയത്തെ കർത്താവിന് കൊടുക്കുമോ? ഇതാ കർത്താവ് ചോദിക്കുകയാണ്, മകനെ, മകളെ, നിൻ്റെ ഹൃദയം എനിക്ക് തരുമോ? നിൻ്റെ മനസ്സെനിക്ക് തരുമോ? നിൻ്റെ ഹൃദയം തരുമോ? പൂർണ്ണമായിട്ട് എനിക്ക് തരുമോ എന്ന് കർത്താവ് ചോദിക്കുന്നു. കൊടുക്കുമോ? കൊടുക്കാൻ തയ്യാറാണോ? ഈ ചോദ്യത്തിന് നിൻ്റെ മനസ്സിൽ ഒരു ചോദ്യമിടുക. കൊടുക്കാൻ തയ്യാറാണോ? ദൈവത്തിന് കൊടുക്കാൻ തയ്യാറാണോ? നിൻ്റെ മനസ്സിനെ, നിൻ്റെ ഹൃദയത്തെ കൊടുക്കാൻ തയ്യാറാണോ? പൂർണ്ണമായി വേണം കർത്താവിന് കൊടുക്കാൻ തയ്യാറാണോ? തീർച്ചയായും നീ ജീവിതത്തിൽ വലിയ ഭാഗ്യവാനാണ്. നീ ജീവിതത്തിൽ വലിയ ഭാഗ്യവതിയാണ്. സ്തോത്രം. നീ ജീവിതത്തിൽ വലിയ ഭാഗ്യവതി. പൂർണ്ണമായിട്ട് നീ ദൈവത്തിൻ്റെ സന്നിധിയിൽ സമർപ്പിച്ചാൽ കർത്താവ് അങ്ങനെ പൂർണ്ണമായി നിങ്ങളെ സമർപ്പിക്കുവാൻ തക്കവണ്ണം ദൈവം ഈ വചനത്താൽ നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. പ്രിയമുള്ളവരെ, തുടർന്നും നമുക്ക് അടുത്ത ഭാഗത്തിലേക്ക് നമുക്ക് ബാക്കിയുള്ള ഭാഗങ്ങളെ ചിന്തിക്കാം. ഇവിടെ ഞാനിതാ കർത്താവിന് വേണ്ടി നിങ്ങളെ തന്നെ ഞാൻ സമർപ്പിക്കുകയാണ്. എന്നെയും സമർപ്പിക്കുന്നു. പ്രിയമുള്ളവരെ, പൂർണ്ണമായിട്ട് കൊടുക്കാൻ തയ്യാറാകുക. പൂർണ്ണമായിട്ട് ഒരല്പം പോലും പിടിച്ചു വയ്ക്കാതെ, ഒരല്പം പോലും നിനക്കെന്ന് പിടിച്ചു വയ്ക്കാതെ, നിൻ്റെ മനസ്സിനെ, നിൻ്റെ ഹൃദയത്തെ, നിൻ്റെ ചിന്തയെ അല്പം പോലും പിടിച്ചു വയ്ക്കാതെ പൂർണ്ണമായി കർത്താവിന് സമർപ്പിക്കുവാൻ തക്കവണ്ണം ദൈവം നിങ്ങൾക്ക് കൃപ നൽകട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. ദൈവം അങ്ങനെയുള്ള മനസ്സ് നിങ്ങൾക്ക് നൽകട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. ദൈവം അങ്ങനെയുള്ള ഒരു ജീവിതം നിങ്ങൾക്ക് തരട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. അതിന് തടസ്സമായി നിൽക്കുന്ന അന്ധകാര ശക്തികളെ യേശുവിൻ്റെ നാമത്തിൽ ഞാൻ ശാസിച്ചകറ്റുന്നു. ഈ തിരുവചനം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ നിങ്ങളുടെ ജീവിതത്തിൽ വലിയ അത്ഭുതം നടക്കട്ടെ. ഈ തിരുവചനം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ നിങ്ങളുടെ ജീവിതത്തിൽ വലിയ അത്ഭുതം നടക്കട്ടെ. ഹല്ലേലൂയ. വലിയ അത്ഭുതം നടക്കട്ടെ. പരിശുദ്ധാത്മാവിൻ്റെ നിറവിൽ ഞാൻ നിങ്ങൾക്ക് തരുന്ന ഈ കർത്താവിൻ്റെ തിരുവചനം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ നിങ്ങളുടെ ജീവിതത്തിൽ വലിയ അത്ഭുതം നടക്കട്ടെ. സ്തോത്രം. വിടുതലുണ്ടാകട്ടെ, സന്തോഷമുണ്ടാകട്ടെ, സമാധാനമുണ്ടാകട്ടെ. ഹല്ലേലൂയ. അതിനുവേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു. ദൈവമായ കർത്താവേ, സ്തോത്രം. ഈ വചനം കേട്ട എല്ലാവരെയും സമൃദ്ധിയായി അനുഗ്രഹിക്കണമേ. അവിടെ ഉള്ളത്തിൽ ദൈവം വസിക്കണം. ഹല്ലേലൂയ. അതിനായി അവരെ തന്നെ അങ്ങയുടെ കരങ്ങളിൽ ഞാൻ സമർപ്പിക്കുന്നു. ഹല്ലേലൂയ. പരിശുദ്ധനായ ദൈവം ഓരോരുത്തരെയും, ഈ വചനം കേട്ടുകൊണ്ടിരിക്കുന്ന ഓരോരുത്തരെയും സമൃദ്ധിയായി അനുഗ്രഹിച്ച് അവരെ വിശുദ്ധിയോടും ഭക്തിയോടും ജീവിക്കുവാൻ തക്കവണ്ണം കർത്താവ് കൃപ ചെയ്ത് സഹായിക്കണമേ എന്ന് ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു. സർവശക്തനായ ദൈവമേ, സ്വർഗീയ പിതാവേ, അങ്ങയുടെ കരങ്ങളിൽ ജനങ്ങളെ സമർപ്പിക്കുന്നു. കർത്താവേ, പൂർണ്ണ മനസ്സോടും പൂർണ്ണ ആത്മാവോടും പൂർണ്ണ ശക്തിയോടും കൂടെ കർത്താവിനെ ആരാധിക്കുന്നവരായി തീരുവാൻ ഇവരെ ഞാൻ അങ്ങയുടെ കരങ്ങളിൽ ഏൽപ്പിക്കുന്നു. ഈ കേൾക്കുന്ന എല്ലാവരെയും അവരുടെ കുടുംബാംഗങ്ങളെയും അങ്ങ് അനുഗ്രഹിക്കണമേ. സാത്താൻ്റെ പിടിയിൽ നിന്ന് വിടുവിക്കണമേ എന്ന് ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥന കേട്ടതിനായി സ്തോത്രം. യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു. കേൾക്കണമേ സ്വർഗീയ പിതാവേ. ആമേൻ. സ്തോത്രം. എല്ലാവരെയും ദൈവം അനുഗ്രഹിക്കട്ടെ. അടുത്ത ഭാഗത്തിൽ കർത്താവിൻ്റെ തിരുവചനത്തെ തുടർന്ന് നാം ചിന്തിക്കാം. പ്രിയമുള്ള സഹോദരങ്ങളെ, എല്ലാവരും കർത്താവിൻ്റെ സുവിശേഷത്തിന് വേണ്ടി ഈ ചാനലിനെ സബ്സ്ക്രൈബ് ചെയ്യുക. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കും. അതിന് നിങ്ങൾ മറക്കരുത്. ഇത് കർത്താവിൻ്റെ സുവിശേഷത്തിൻ്റെ ചാനലാണ്. ഇത് തുടങ്ങിയിരിക്കുന്നത് ഇത് മറ്റൊന്നിനുമല്ല. സ്തോത്രം. സത്യസുവിശേഷത്തിന് വേണ്ടിയിട്ടാണ്. ഈ സത്യസുവിശേഷത്തിന് വേണ്ടി തുടങ്ങിയ ഈ ചാനലിനെ നിങ്ങൾ സപ്പോർട്ട് ചെയ്യുക. ഇതിനെ സബ്സ്ക്രൈബ് ചെയ്ത് ഈ ചാനലിനെ സപ്പോർട്ട് ചെയ്യുക. അനേകർക്ക് ഇതിലുള്ള സുവിശേഷത്തെ ഷെയർ ചെയ്ത് കൊടുക്കുക. അങ്ങനെ ദൈവം നിങ്ങളെ അനുഗ്രഹിക്കും. സ്തോത്രം.